ധർമ്മപരിപാലന യോഗം കോട്ടയം യൂണിയൻ 26 നമ്പർ മറയപ്പള്ളി ശാഖയുടെ 20ാമത് ദർശന സംഗമം നടക്കുന്ന ഈ നാലാം ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഏറെ സ്നേഹബഹുമാനായ ശാഖായോഗത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ഷൈൻ ജയദാസ് അവർ സ്വാഗതം ആശംസിച്ച ശാഖയുടെ ബഹുമാനായ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ NT കുട്ടപ്പൻ അവർക്ക് കൃതജ്ഞത അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വനിതാ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീമതി ബീന ജയൻ അവർ ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി ആ അനുഗ്രഹം ആ പുണ്യമാവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുണ്യഭൂമി വരുവാനും ഈ വിശിഷ്ട സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനുമുള്ള അവസരം ഒരുക്കി തന്ന ഊർജസ്വലരും കർമ്മധീരരുമായ ഈ ശാഖായോഗത്തിന്റെ ബഹുമാനിയായ പ്രവർത്തകർ, പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ശാഖയുടെ ബഹുമാനിയായ പ്രവർത്തകർ, വനിതാ സംഘത്തിന്റെ യൂത്ത് മൂവ്മെന്റിന്റെയും മറ്റ് ഇതര സംഘടനകളുടെയും ബഹുമാനിയായ പ്രവർത്തകർ, ഈ ക്ഷേത്രത്തിലെ ഏറെ ആദരണീയനായ മേൽശാന്തികൾ, ഇന്നിവിടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അറിവിന്റെ പ്രക്ഷാളനം നൽകാൻ എത്തിച്ചേർന്നിരിക്കുന്ന സൂര്യസുഹൃത്തുക്കളായ ഏറെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഹൃദ്യമായ നമസ്തേ. ഒരുപാട് സന്തോഷം തോന്നുന്നു. സ്വാഗത പ്രസംഗത്തിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാം മാനക്കവർമ്മ, നിങ്ങളുടെ ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ കുട്ടപ്പൻ ചേട്ടനെ തന്നെ ആദ്യം തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഞങ്ങളുടെ അമ്മയൂരുകാർക്ക് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അവിടെയൊക്കെ തകില് വാങ്ങിക്കാൻ വന്ന് അവരുടെയൊക്കെ മനക്കവർമ്മ, അമ്മയൂരുകാരുടെ മനക്കവർമ്മ കുട്ടപ്പൻ ചേട്ടൻ ഈ മറിയപ്പള്ളി ശാഖയുടെ പ്രിയങ്കരനായ ശാഖായോഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലരായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു കലാകാരനും കൂടെയാണ്. ഒരു പാട്ട് ഒക്കെ പാടി നിങ്ങളുടെയൊക്കെ മനക്കവർന്നുണ്ടെന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വിടുന്നത് റിലാക്സ് ചെയ്യാം, ഈ ചേട്ടൻ എന്നെ തുടർന്നോട്ടെ, ഭഗവാനെ ഈ ചേട്ടനെ നിർത്താൻ തോന്നരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. കാരണം ചേട്ടൻ മാറിക്കഴിയുമ്പോൾ എന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചെങ്കിലോ എന്ന് ഓർത്ത്. അതുപോലെ തന്നെ ഷൈൻ ദാസ്, ദൈവം നമ്മളുടെ ഈ നിങ്ങളുടെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഞാൻ നിങ്ങളുടെ വാട്സപ്പിലൂടെയൊക്കെ കാണുവാനിടയായി. നിങ്ങളുടെയൊക്കെ വലിയ ഒരു പ്രവർത്തനം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത സൗന്ദര്യം നിറഞ്ഞ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യീകരിച്ചുകൊണ്ട് ഒരു ഐതിഹാസികമായ വിജയത്തിന്റെ മാസ്മരിക പ്രബന്ധനെ വിരിയിച്ചുകൊണ്ടാണ് ഈ ശാഖായോഗം മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങളുടെ ശാഖായോഗത്തിന്റെ ബഹുമാനീയരായ പ്രവർത്തകരുടെ വലിയൊരു ബഹുമാനം അർപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതിന്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഒപ്പം നിന്ന് സഹകരിക്കുന്നതുകൊണ്ടാണ് ഇത്രയേറെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിച്ചത്. എന്തായാലും ഇവിടെ വരുവാനും 20ാമത് ദർശന സംഗമം എന്ന് പറയുമ്പോൾ ഇതൊരു പണ്ഡിത സദസ്സിന് മുൻപിൽ ഈ എളിയവൾ ഒരു കടൽത്തീരത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണ്. ആ രീതിയിൽ എന്നോട് സഹകരിക്കണമെന്നൊരു അപേക്ഷയാണ് ആദ്യം തന്നെ. എന്തായാലും ഇന്നത്തെ എന്റെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മഹാഗുരുവിന്റെ വിശ്വമാനവ ദർശനം വരും കാലത്തിൻ്റെത് എന്നുള്ളതാണ്. മഹാഗുരുവിന്റെ ദർശനം നമ്മുടെ കബീർദാസ് പറഞ്ഞിരിക്കുന്ന പോലെ ഈ ലോകത്തിലെ മരങ്ങളെല്ലാം വെട്ടി പേനയുണ്ടാക്കിയാലും ജലാശയങ്ങളിലെ ജലങ്ങൾ മുഴുവൻ എടുത്ത് ജലം മഷിയുണ്ടാക്കിയാലും ഒരിക്കലും ഭഗവാന്റെ തിരുചരിതം എഴുതിയും പറഞ്ഞു തീരില്ല. അല്ലെ? സത്യമല്ലേ? ഗുരുവിന്റെ ദർശനം ഈ വരും കാലത്തിനും, അതായത് അന്ന് ഗുരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുവിന്റെ ദർശനം ഗുരുവിന്റെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ചിന്തകളിലൂടെയും ഒരു നോട്ടം കൊണ്ടുപോലും മഹാഗുരു എന്താണ് നമുക്ക് ദർശനം തന്നിരിക്കുന്നത്. ആ ദർശനം ഇന്നും ഇനി വരുവാൻ പോകുന്ന കാലത്തിനും കാലാതീതമായ ഒരു ദർശനം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ആ മഹാഗുരുവിന്റെ ആ തിരുജനനം തന്നെ നമുക്കറിയാം. ഭഗവത്ഗീതയിൽ പറഞ്ഞ ഗീതാവാക്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമഹം പരിത്രാണായം സാധൂനാം വിനാശായ ച ദുഷ്കൃതയ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ ഗീതാവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ടായിരുന്നു മഹാഗുരുവിന്റെ ജനനം, അല്ലെ? പിന്നീട് മഹാകവി വള്ളത്തോൾ എഴുതി വെച്ചിട്ടുണ്ട്, പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കൽ ഈ മരുപ്പറമ്പാം ഉലകത്തിനീശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കായി തണൽ കുറ്റമേകുവാൻ. ഈ ഒരു ചതുഷ്പതിയും സ്വയം പ്രകാശിതമാണ്. ഈ 4 വരിയിൽ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മറിച്ചൊരു ഉത്തരമില്ല. ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവനല്ലേ? ആ ഗുരുവിനെ എങ്ങനെയാണ് മറ്റ് ഋഷി പരമ്പരയിൽ നിന്ന്
ആ ഗുരുവിനെ വ്യത്യസ്തരാക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഗുരുവിനെ ഏതൊരു അളവുകോൽ എടുത്താലും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ദർശനമായിരുന്നു ഗുരുവിൻ്റെത്. ഒരു ഗൃഹസ്ഥാശ്രമിക്കോ ഒരു സന്യാസി വര്യനോ ഒരു പണ്ഡിതനോ പാമരനോ ഏവർക്കും സ്വീകാര്യമായ ദർശനമാണ് നമുക്ക് മഹാഗുരു തന്നിട്ടുള്ളത്. ആ ഗുരുവിന്റെ ദർശനം എത്രത്തോളം നമ്മൾക്ക് സ്വായത്തമാക്കുവാൻ സാധിച്ചിരിക്കുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 100 വർഷമാകുവാൻ പോവുകയാണ്. 1928 വരുമ്പോൾ 100 വർഷമാകുകയാണ് മഹാഗുരുവിന്റെ മഹാപരിനിർവാണ ദിനം കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾക്ക് ആ ഗുരുവിനെ കുറിച്ച് എന്ത് പഠിക്കുവാൻ സാധിച്ചു? ഗുരുവിന്റെ ദർശനം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? എല്ലാവരും ഗുരുവിന്റെ ജീവചരിത്രത്തെ കുറിച്ചും ഗുരുവിന്റെ അത്ഭുത കഥകളെ കുറിച്ചും ഒക്കെ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഗുരുവിന്റെ ദർശനം, ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള പ്രവൃത്തിയിലൂടെ നമ്മളെ അനുഭവം കാണിച്ചു തന്നിട്ട് ആ ഗുരുവിന്റെ ആ ദർശനം നമ്മൾക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഓരോ ദിനങ്ങളും നമ്മളുടെ കടന്നു പോകുന്നത് ആസുരം ലോകമൊന്നുണ്ട് ഊരുവിട്ടൽ അതാവൃതം എന്ന ആ ഉപനിഷത്ത് മന്ത്രം അന്വർത്ഥമാക്കിക്കൊണ്ട് അല്ലെ ഇന്ന് നമ്മളുടെ ഈ ഓരോ ദിവസവും കടന്നു പോകുന്നത്. നമ്മളുടെ യുവ തലമുറ എന്താണ്, അതായത് ഒരു വലിയ ആപത്തിലേക്ക് ചെന്ന് പെടുന്നതാണ്. നമുക്ക് ഓരോ ദിവസവും പ്രഭാതം ഉണരുമ്പോൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത് എന്താണ്? അവിടെയാണ് ആ മഹാഗുരുവിന്റെ കാലഘട്ടം നാം ചിന്തിക്കേണ്ടത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഈ വഴിക്ക് തെറ്റിപ്പോകുന്നത്, ഈ വഴി തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം മഹാഗുരു 1920 പറഞ്ഞൊരു വലിയൊരു സന്ദേശമുണ്ട്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്ന്. അന്ന് നമ്മൾക്ക് ലഹരീയ പാനീയം എന്ന് പറയുന്നത് കള്ളെന്ന് പറയുന്ന ഒരു ലഹരീയ പാനീയം മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളുടെ അവസ്ഥ എന്താണ്? പല പല വേഷനുകൾ ഉണ്ടായിരിക്കുകയാണ്. മദ്യത്തിന് പകരം വിദേശ മദ്യങ്ങളും പല രീതിയിലുള്ള വേഷനുകൾ, അതായത് ആ കച്ചവട മുതലാളിമാർ ഇതിന്റെ ലഭ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പല പല വേഷനുകൾ ഉണ്ടാക്കി നമുക്ക് സമൂഹത്തിൽ പല പല പൗരന്മാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മളുടെ കുട്ടികൾ ഭൗതികമായ ആസക്തികൾ ആണ്ടുപോയിട്ട് അവർക്ക് ആ ആത്മീയത എന്താണ് എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലോട്ട് ഭഗവാൻ ദർശനമാലയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആത്മവിദ്യ നമുക്ക് സങ്കോചം വരുമ്പോൾ, ആത്മവിദ്യക്ക് കുറവ് വരുമ്പോൾ എന്താ പൈശാചികമായ ഒരു അവസ്ഥ വരുമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ വീടുകളിൽ ആ മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു നല്ല ശുദ്ധമായ മനസ്സോടുകൂടി നമ്മുടെ പുതിയ തലമുറയെ ഒരു നല്ല സംസ്കാരത്തോടെ നമുക്ക് വളർത്തുവാൻ കഴിയും. ആ അൻപും അനുകമ്പയുമുള്ള അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടുകൊണ്ട് ആ നവാക്ഷരി മന്ത്രം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ചെവികളിൽ ഓതിക്കൊടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മളുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മഹാഗുരു 1920 നമ്മൾക്ക് അങ്ങനെ ഒരു സന്ദേശം തന്നപ്പോൾ നമ്മൾ ഓർത്തു നോക്കണം. അന്ന് ഇത്രയും വലിയൊരു ആപത്തുകൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ 100 വർഷം കഴിയുമ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥിതി എന്താണ്? ഒന്നോർക്കണം, നമ്മുടെ രാജ്യത്ത് ആദ്യമായി AI സംവിധാനം വന്നു. ഒന്നോർക്കണം, ആ AI സംവിധാനം നമ്മുടെ രാജ്യത്ത് ആദ്യമായി വന്നു. കെമിക്കൽ സെൻസറുകൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിലും ടോയ്ലറ്റുകളിലും വെക്കുവാനുള്ള വാർത്തകൾ നമുക്ക് കാണുവാൻ സാധിച്ചു. ലക്ഷങ്ങൾ രൂപ മുടക്കി ഇങ്ങനെയൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ആദ്യമായി വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ പൊന്നോമനകൾ, നമ്മൾ വീട്ടുകളിൽ വളർത്തിയ നമ്മുടെ പൊന്നോമനകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ കോളേജുകളിലൊക്കെ വെക്കുന്നത് പറയുമ്പോൾ ഏതൊരവസ്ഥയിലോട്ടാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ചിന്തിക്കണം. കാരണം ഈ 2-3 മാസത്തിനുള്ളിൽ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗം മൂലം 75 കൊലപാതകങ്ങൾ നടന്നതിൽ 80 മരണം വരെ സംഭവിച്ചു എന്ന് പറയുന്നു. അതും ആ മരണം സംഭവിച്ചതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. സഹോദരന്മാരും മാതാപിതാക്കളെയും കൂട്ടുകാരെയും ഒക്കെ കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അത് എത്ര ആഴത്തിലാണ് ആ ഒരു വേദന നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ സ്വന്തം രക്തബന്ധത്തിലുള്ളവരെയാണ് ലഹരിയുടെ ഉപയോഗം മൂലം കൊന്നു കൊലവിളിക്കുന്നത്. അവിടെയൊക്കെയാണ് മഹാഗുരുവിന്റെ ആ വലിയൊരു ദർശനം നാം മനസ്സിലാക്കേണ്ടത്. ഏതൊരു കാലത്തിലും കാലാതീതമായ ഒരു വലിയ ദർശനം തന്ന ആ മഹാഗുരുവിന്റെ ദർശനം നമ്മളുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നില്ല? നമ്മളുടെ തിരക്കുകൾ മൂലമാണെന്ന് നമുക്ക് ഒരുപക്ഷെ പറയാൻ സാധിക്കും. പക്ഷേ അതിനുപരി നമ്മൾക്കിന്ന് സർക്കാർ പോലും MDM പോലുള്ള വലിയ മാരകമായ വിഷവസ്തുക്കളുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരവസ്ഥ.
അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുകയും നമ്മളുടെ വീട് തന്നെ ഒരു മാതൃകാ വിദ്യാലയമാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കണം. അതിനുവേണ്ടി നമ്മളുടെ കുട്ടികൾക്ക് ആ മഹാഗുരുവിന്റെ ദർശനം പകർന്നു കൊടുക്കണം. നമുക്കറിയാം, ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ, അതായത് റെയ്മണ്ട് കോളിവെൽ എന്നൊരു ഗ്രന്ഥകാരൻ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബുദ്ധിയുള്ള മനുഷ്യന് പല ഒരു ചിന്തകൾ വരും, എന്നാൽ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യന് ചിന്തകൾ വരില്ല. അതെ, ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യൻ 24 മണിക്കൂറിനുള്ളിൽ ഒരു 30,000 മുതൽ 70,000 വരെ ചിന്തകൾ കടന്നു വരുമെന്നാണ്. അതിൽ 70% മുതൽ 80% വരെ നെഗറ്റീവ് ചിന്തകളായിരിക്കും. നമുക്കറിയാം, നമ്മള് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മളുടെ ഒരു കുട്ടികളാണെങ്കിലും പരീക്ഷയ്ക്കെല്ലാം പഠിച്ചു, എല്ലാ ദിവസവും അവൻ നല്ല മാർക്ക് മേടിച്ചു, എല്ലാം പഠിച്ചു പോകുന്ന ഒരു കുട്ടി പെട്ടെന്ന് പരീക്ഷ വരുമ്പോഴത്തേക്ക് അവൻ തലേ ദിവസം തന്നെ പറയുകയാണ്, എനിക്ക് നാളെ പഠിച്ചതെല്ലാം ഓർക്കുവാൻ പറ്റുമോ, അതൊക്കെ എഴുതാൻ പറ്റുമോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലോട്ട് വരുമ്പോൾ എന്താണ്, അതൊരു നെഗറ്റീവ് ചിന്തയാണ്. ഈ നെഗറ്റീവ് ചിന്തയെ നമ്മളൊരു പോസിറ്റീവ് ചിന്തയായിട്ട് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് റീപ്ലേസ് ചെയ്യുവാൻ സാധിക്കണം. അതിനാണ് മഹാഗുരു നമ്മൾക്ക് ഈ അമൃത വല്ലരികളൊക്കെ തന്നിരിക്കുന്നത്. ഭഗവാന്റെ ചെമ്പഴന്തി വയലാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പുത്രനായി സർവോത്കൃഷ്ടമായ ചതയം നാളിൽ പൂജാതനായ നാരായണൻ നൈതിരികവും കഠിനവും അന്നപരാധികളെ വിസ്മരിച്ചുകൊണ്ടും ഗുരുവെന്ന പരമപദത്തിലെത്തി ആ സത്യത്തെ ഉപനിഷത് സൂക്തികളിലൂടെയും ഗുരുവിന്റെ ആത്മകഥാകഥനം എന്ന് പറയാവുന്ന ആത്മാനന്ദ അനുഭവമായ അമൃത വല്ലരികളിലൂടെയും നമുക്ക് പകർന്നു തന്നു. ഈ അമൃത വല്ലരികളൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമുക്കറിയാം, 64ഓളം കൃതികൾ മഹാഗുരുവിന്റെ ഉണ്ട്, ഇല്ലേ? ഗുരുവിന്റെ 64-ലധികം സന്യസ്തരും ഗൃഹസ്ഥരുമായ ശിഷ്യന്മാരുണ്ട്. എത്ര ക്ഷേത്ര പ്രതിഷ്ഠകളുണ്ട്. ഗുരുവിനെ കണ്ട് വണങ്ങിയിട്ട് പോയിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളുണ്ട്. ഇവരിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കണം. ആ മഹാഗുരുവിനെ ഒരു മഹാസൗധമായി സങ്കല്പിച്ചുകൊണ്ട് ആ മഹാസൗധത്തിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും കടന്നു ചെല്ലുവാനുള്ള വാതായനങ്ങളാണ്, ജനാലകളാണ് മഹാഗുരുവിന്റെ ഈ 64ഓളം വരുന്ന കൃതികളും ഗൃഹസ്ഥരും സന്യസ്തരുമായ ശിഷ്യന്മാരിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷേത്ര പ്രതിഷ്ഠകൾ, ഗുരുവിനെ കണ്ട് വണങ്ങിയിട്ട് പോയിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ, ഇവരുടെ മൊഴികളിലൂടെയും രേഖപ്പെടുത്തലിലൂടെയും ഒക്കെ നമുക്ക് മഹാഗുരുവിന്റെ ദർശനം അറിയാൻ സാധിക്കും. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ചീത്ത ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ മനസ്സിലോട്ട് വരുമ്പോൾ ഈ അമൃത വല്ലരികളൊക്കെ ചൊല്ലിക്കൊടുക്കണം. നമുക്കറിയാം, ദൈവദശകം ഇന്ന് 114 ഭാഷകളിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ദൈവദശകം നമ്മൾക്ക് മലയാളികൾക്ക് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒരു വേർതിരിവും ഇല്ലാതെ നമ്മൾക്ക് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തന്നിരിക്കുന്ന ദൈവദശകം. അതിനകത്ത് ദൈവം എന്ന പദം, ആ തുടങ്ങുന്ന പദം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ദിവ് എന്ന ധാതുവിൽ നിന്ന് ഉണ്ടായ ദൈവോപനിഷത്ത് പൂർണ്ണമായും ഒരു സംസ്കൃത പദം. നമ്മൾ എന്നും മലയാളത്തിൽ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ സോപ്പും പേസ്റ്റും എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആ സംസ്കൃത പദം ഇപ്പം ദൈവമേ ദൈവമേ എന്ന് മലയാളികൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ദൈവമല്ല, ദൈവമാണ്. ദൈവം വാ പറയുമ്പോൾ നമ്മൾ ദൈവം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്, പക്ഷെ ദൈവമാണ് യഥാർത്ഥ പദം. ആ ദൈവത്തെ വിളിക്കുവാൻ ദൈവമേ എന്ന് തുടങ്ങി സുഖം എന്ന് അവസാനിക്കുന്ന ആ ഒരു മന്ത്രം തന്നെ, അതായത് നമ്മളുടെ ഈ വിശ്വത്തെ മുഴുവൻ അറിഞ്ഞനുഭവിക്കുവാൻ ആത്മസാക്ഷാത്കാരം നേടുന്ന ആ അറിവിനെ നമ്മൾക്ക് ആ മഹത്തായ കൃതിയിൽ നമുക്ക് പറഞ്ഞു തരിക്കുന്നത് ഏതോ ഉപനിഷത്താണത്. ആ ഉപനിഷത്തിനെ നമ്മൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കണം. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഈ കൃതിയൊക്കെ ചൊല്ലുവാൻ അവരോട് പറയണം. മനസ്സിന് എത്രമാത്രം ആശ്വാസം കിട്ടും. നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെ തന്നെ ആ ദൈവദശകമൊക്കെ ചൊല്ലുമ്പോൾ ഒരു നെഗറ്റീവ് ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ ഗുരുവിന്റെ കൃതികളൊക്കെ എടുത്ത് ചൊല്ലുമ്പോൾ നമ്മൾക്ക് നല്ലൊരു ആശ്വാസമാണ് കിട്ടുന്നത്. ഗുരുവിന്റെ കൃതികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഗുരുവിന്റെ ദർശനം എന്താണെന്ന് അറിയുന്നത്. വലിയൊരു ഗുരുവിന്റെ ആ അറിവാണ് ഈശ്വരൻ എന്നുള്ള വലിയൊരു ദർശനമാണ് ഗുരു നമ്മൾക്ക് ഓരോ കൃതികളിലൂടെയും തന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പ്രഭാഷണത്തിൽ ഉത്തരജ ആ കൃതികളിലെല്ലാം ഓരോന്നിനും ഓരോ വൃത്തം അടങ്ങിയിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. എങ്കിലും മഹാഗുരുവിന്റെ ഓരോ കൃതികളും നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിന് വളരെ താളവും ലയവും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ചൊല്ലുവാൻ സാധിക്കുന്നത് അതിന് ഓരോ വൃത്തത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. ആ വൃത്തം, അതായത് ഈ കൃതി നമ്മള് ദൈവദശകമൊക്കെ ചൊല്ലുമ്പോൾ അതിന്റെ പദം കുറിച്ച് ചൊല്ലാതെ നമ്മൾ ഓരോന്നും ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥം മാറിപ്പോകും. അപ്പോൾ പദം തിരിച്ചു ചൊല്ലുവാനും അത് വളരെ മനോഹരമായി ചൊല്ലുവാനും ഒക്കെ ഗുരു ഓരോ വൃത്തത്തിൽ നമുക്കതുപോലെ വിനായകാഷ്ടകം ഒരു സംസ്കൃത പദ്യമാണെങ്കിൽ ആ സംസ്കൃത പദ്യം വളരെ
മനോഹരമായിട്ട് നമ്മൾക്ക് ഓരോ ദേവതാ സങ്കല്പത്തിലുമാണ് മഹാഗുരു ഓരോ കൃതികളും രചിച്ചു വന്നിരിക്കുന്നത്. വിനായകാഷ്ടകമൊക്കെ നമ്മൾ ചൊല്ലി നോക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ 4ാമത്തെ സ്റ്റാൻസിൽ നമുക്കറിയാം ഭജേ ഭീഷ്ട സന്തം എന്ന് പറഞ്ഞ് നമുക്ക് പറയുന്നുണ്ട്. ഒരു എഫ് എന്നൊരു ചിഹ്നമൊക്കെ വിട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഗണപതി സ്തുതി ആ വിനായകാഷ്ടകം ചൊല്ലാറുണ്ട്. ആ എഫ് എന്ന പറയുന്ന ചിഹ്നം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ പ്രശ്ലേഷണ എന്ന് പറയുന്ന ഒരു ചിഹ്നമാണ്. അത് നമ്മുടെ സംസ്കൃതത്തിൽ ആലോപിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നും ആ വൃത്തം അനുസരിച്ച് വളരെ ലയത്തോടു കൂടി നമ്മൾ എഴുതിത്തന്നിരിക്കുന്ന ഓരോ കൃതികളും നമ്മൾ മഹാഗുരുവിന്റെ ഓരോ കൃതികളും പഠിക്കുമ്പോഴാണ് ആ ഗുരുവിന്റെ ദർശനം എത്രത്തോളം നമ്മളുടെ ഈ ജീവിതത്തിൽ കടന്നു പോകേണ്ട അവസ്ഥകളെ കുറിച്ച് അതിൽ ഓരോന്നും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ കൃതികളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്മരിക്കേണ്ടതാണ് നമ്മളുടെ ആ കൃതി പുസ്തകം എങ്ങനെയാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഗുരുവിന്റെ ആ കൃതി പുസ്തകം, അതായത് മഹാഗുരു കൃതികൾ എഴുതുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം, ഗുരു ഓരോ സന്ദർഭങ്ങളിൽ, അതായത് ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മൾക്ക് ഈ കൃതികൾ മുഴുവൻ എഴുതി തന്നതല്ല, അല്ലാതെ ഓരോരോ സന്ദർഭങ്ങളിൽ മഹാഗുരുവിന്റെ ആ ഒരു കാവ്യതല്ലജം അന്തരാത്മാവിൽ നിന്ന് മൂറി വന്നതാണ്. അത് ഓരോ ശിഷ്യന്മാരും ഗുരുവിന്റെ സഖീർത്തന്മാരും എല്ലാം ഓരോരോ തലങ്ങളിൽ വെച്ച് ഓരോ സ്ഥലങ്ങളിൽ വെച്ച് അത് എഴുതിയെടുക്കുകയാണ്. ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു നോട്ട്ബുക്കിൽ എടുത്തത് ആരാണെന്ന് അറിയുമോ? നമ്മളുടെ കയ്യിൽ ഈ പുസ്തകം ഇരിക്കുമ്പോൾ, ഈ കൃതി പുസ്തകമൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കൃതി പുസ്തകം നമ്മളുടെ കയ്യിൽ എങ്ങനെയാണ് കിട്ടിയതെന്ന്? ഗുരുവിന്റെ സന്യസ്ത ശിഷ്യന്മാരായ ജോൺ ധർമ്മതീർത്ഥറും മഹാകവി കെ എം കുമാരസ്വാമി സന്യാസി, ഇവർ രണ്ടുപേരെ നമ്മളൊന്ന് സ്മരിക്കണം നമ്മളുടെ കയ്യിൽ ഈ കൃതി പുസ്തകം കിട്ടുമ്പോൾ. കാരണം ജോൺ ധർമ്മതീർത്ഥർ സ്വാമികളെ കുറിച്ചൊക്കെ നമ്മൾ ഏറെ പഠിക്കേണ്ടതുണ്ട്. കാരണം ഗുരുവിന്റെ ദർശനം എത്രത്തോളം ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, എന്താണ് മതം മാറിപ്പോയ ഒരു സന്യാസി വര്യൻ എന്നൊക്കെ പറയാറുണ്ട്. പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ക്രിസ്തീയ പേരാണല്ലോ, ഇതെന്താണ് ഇങ്ങനെ പേരിട്ടിരിക്കുന്നത്, മതം മാറിപ്പോയ സന്യാസി വര്യൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്തുകൊണ്ടാണ് നമ്മളുടെ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഗുരുവായൂരിനടുത്തുള്ള ഒരു യാഥാസ്ഥിതിക നായർ കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. പിന്നീട് അവിടെ നിന്ന് നല്ല ബിരുദമൊക്കെ നേടി ജോലിയൊക്കെ സമ്പാദിച്ചിട്ട് ആ ജോലിയിൽ സംതൃപ്തമാകാതെ അദ്ദേഹം പിന്നീട് ഉയർന്ന ജോലിക്ക് വേണ്ടി, അതായത് നിയമബിരുദമൊക്കെ നേടുവാൻ വേണ്ടി ബോംബെക്ക് പോയി. അങ്ങനെ ഹൈക്കോടതി ജഡ്ജിയായി തിരിച്ചു വന്നു. അദ്ദേഹം ആ ജഡ്ജി ജോലിയും കൂടുതൽ കാലം തുടരാതെ തന്നെ ആത്മീയ കാര്യങ്ങളിലേക്ക് തൃശ്ശൂരൊക്കെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് തന്നെ തൃശ്ശൂരൊക്കെ ആത്മീയ കാര്യങ്ങളിലേക്ക് പോവുകയും, അങ്ങനെ ആ പോകുന്ന വഴിക്കാണ് അതായത് മഹാഗുരുവിന്റെ അനന്തരഗാമിയെ അഭിഷേകം ചെയ്ത ബോധാനന്ദ സ്വാമികളുമായിട്ട് പരിചയപ്പെടുന്നതും മഹാഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇടയായിരുന്നു. ബോധാനന്ദ സ്വാമികളെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം നിങ്ങൾക്ക്. അതിനെ ഗുരുവിന്റെ അനന്തരഗാമിയെ അഭിഷേകം ചെയ്ത ബോധാനന്ദ സ്വാമികളെ കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹവുമായി ബോധാനന്ദ സ്വാമികളുമായി പരിചയപ്പെട്ട് ഗുരുവിനെ കൂടുതൽ അറിയാനുള്ള ആഗ്രഹമായി. അങ്ങനെ മഹാഗുരു വടക്കാഞ്ചേരി പള്ളിക്കടവ് എന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് വരുമ്പോൾ ഈ ബോധാനന്ദ സ്വാമികളോടൊപ്പം തന്നെ ഈ ധർമ്മതീർത്ഥ സ്വാമികൾ, അതായത് ഈ പരമേശ്വര മേനോനും ഗുരുവിനെ കാണുവാൻ പോയി. അങ്ങനെ ഗുരുവുമായിട്ട് സംസാരിക്കുകയും ഗുരു അന്നേരം ബോധാനന്ദ സ്വാമികളോട് പറഞ്ഞു, പള്ളിക്കടവിലെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ബോധാനന്ദൻ നടത്തിക്കോളൂ, ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പരമേശ്വര മേനോൻ ഗുരുവിനോടൊപ്പം ഗുരുവിന്റെ മഹാഗുരുവിന്റെ പ്രതിഷ്ഠ പരമേശ്വര മേനോന്റെ മനസ്സിൽ പതിഞ്ഞു. അങ്ങനെ ഗുരുവിന്റെ കൂടെ ശിവഗിരിയിൽ പോവുകയും 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിക്കുമ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ധർമ്മദത്ത സ്വാമികളെ നിയമിക്കുവാൻ കാരണമുണ്ട്. ഒരു വക്കീലായിട്ട് പഠിച്ച് നിയമബിരുദമൊക്കെ നേടിയത് കൊണ്ട് അതിന്റെ നിയമാവലിയൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ അറിയാം. അങ്ങനെ നിയമാവലിയൊക്കെ എഴുതുവാൻ അറിയാവുന്നതുകൊണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായി. അങ്ങനെ അവിടുത്തെ ആദ്യത്തെ മഠാധിപതിയായി. ബോധാനന്ദ സ്വാമികൾ മഹാഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം 3 ദിവസം കൂടിയുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ബോധാനന്ദ സ്വാമിക്ക് ശേഷം അച്യുതാനന്ദ സ്വാമികൾ മഠാധിപതിയാകുന്നു. അങ്ങനെ അവിടുത്തെ കണക്കും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അച്യുതാനന്ദ സ്വാമികളുടെ കൂടെ നിന്ന് ഈ പരമേശ്വര മേനോൻ നോക്കുന്നുണ്ട്.
അതിനുശേഷം ഗോവിന്ദാനന്ദ സ്വാമി അടുത്ത മഠാധിപതി ആവുമ്പോഴും ഈ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കി. ഗോവിന്ദാനന്ദ സ്വാമികളും മഹാസമാധിക്ക് ശേഷം ഈ പരമേശ്വര മേനോന്റെ ജാതിയുടെ പേരിൽ അവിടെ എല്ലാവരും വൈശാലികമായ എല്ലാവരും പോര് തുടങ്ങി, ജാതിപ്പോര് തുടങ്ങി. അങ്ങനെ പരമേശ്വര മേനോൻ അവിടുന്ന് അവിടം വിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണ്. വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോഴും മഹാഗുരുവിന്റെ ദർശനം എത്രത്തോളം പ്രചരിപ്പിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം പ്രചരിപ്പിക്കുവാൻ വേണ്ടി നല്ലൊരു പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഡോക്ടർ BR അംബേദ്കറെയൊക്കെ കാണുകയും, നമ്മൾക്കറിയാം ഇന്ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ സാഹോദര്യം, സാഹിത്യം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അതേപോലെ തന്നെ ഒന്നോർക്കണം, 1888 മഹാഗുരു അരിയുപ്പുറത്ത് ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശില മറ്റൊരു ശിലയിലേക്ക് ഉറപ്പിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന്. ഈ ഒരു സന്ദേശം ഒക്കെ ഡോക്ടർ BR അംബേദ്കർ പിന്നീട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പറയുന്നതെന്ന് നാം ഓർക്കണം, ഈ ഒരു കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട്. അപ്പോൾ ഈ ധർമ്മതീർത്ഥർ സ്വാമികൾ തന്റെ ഇവിടെ നിന്ന് ശിവഗിരിയിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ പര്യടനമൊക്കെ നടക്കുമ്പോൾ ഡോക്ടർ BR അംബേദ്കറോടും ഈ മഹാഗുരുവിന്റെ സവിശേഷതകളും ഗുരുവിന്റെ ദർശനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നീട് പ്രൊഫബറ്റ് ഓഫ് പീസ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലേക്ക് ഈ കൃതികളെല്ലാം തർജ്ജിമ ആദ്യമായിട്ട് ചെയ്തതും ഈ ധർമ്മതീർത്ഥർ സ്വാമികൾ തന്നെയാണ്. പിന്നീട് വീണ്ടും അദ്ദേഹം 25ാമത് ശാരദാ പ്രതിഷ്ഠയുടെ വാർഷികത്തിന് തിരിച്ചു വന്ന് ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നുണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ ഈ ജാതിയുടെ പേര് പറഞ്ഞ് വീണ്ടും വഴക്ക് തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനിയും ഈ മതത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഗുരുവിനെ എനിക്ക് പ്രചരിപ്പിക്കുവാൻ സാധിക്കില്ല, ഗുരുവിന്റെ ദർശനം ഈ ലോകത്തെ അറിയിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ മതം മാറി പോവുകയാണ് പറയുകയാണ്. പക്ഷെ മതം മാറിപ്പോയിട്ടും അദ്ദേഹത്തിന് ഗുരു കൊടുത്ത ആ സന്യാസി നാമം ധർമ്മതീർത്ഥ സ്വാമികൾ അദ്ദേഹം മാറുവാൻ തയ്യാറായില്ല. പിന്നീട് മറ്റു മതം മാറിയ ക്രിസ്തീയ മതത്തിലുള്ളവർ നിർബന്ധിച്ചപ്പോൾ ജോൺ എന്ന പേരും കൂടി ചേർക്കുകയായിരുന്നു. ആ പേര് ചേർത്തിട്ട് പിന്നീടും അദ്ദേഹം നമുക്ക് ലോകത്തിൽ ആദ്യമായി ഈ വെള്ളത്തുണി വലിച്ചു കെട്ടി അതിന്റെ പിറകിൽ മാജിക് ലാമ്പ് തെളിയിച്ചുകൊണ്ട് ഗുരുവിന്റെ ചിത്രങ്ങൾ വരച്ചും ഗുരുവിന്റെ വചനങ്ങളും ഒക്കെ എഴുതി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഈ ധർമ്മതീർത്ഥ സ്വാമികൾ. പിന്നീട് കൊല്ലം CSI പാളയം പള്ളിയിൽ അദ്ദേഹം വസിക്കുന്ന കാലത്ത് അവിടുത്തെ ഒരു മെത്രോപൊലീന് വരുമ്പോഴത്തേക്ക് ഈ ജനലിനകത്തോട് നോക്കുമ്പോൾ മണിയുടെ ശബ്ദം കേൾക്കുകയാണ്. മണിയുടെ ശബ്ദം കേട്ടപ്പോൾ ഈ നമ്മുടെ തിരുമേനി ജനലിനകത്തോട് നോക്കുമ്പോൾ എന്താ, മഹാഗുരുവിന്റെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ ആരതി ഉരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ, ഓം സംസാര താപശമനായ നമഃ, ഓം മനുഷ്യ വിഗ്രഹായ നമഃ എന്ന് പറഞ്ഞ് ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലിക്കൊണ്ട് പുഷ്പങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുമേനി ഒന്നും മിണ്ടാതെ ആ തീരുന്നിടം വരെ കേട്ടു നിന്നിട്ട് അകത്ത് കയറി ചെന്നിട്ട് ചോദിച്ചു, അങ്ങ് മതം മാറിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നതെന്ന്. ഉടനെ പറഞ്ഞു, ഞാൻ മതം മാത്രമേ മാറിയുള്ളൂ, എന്റെ ഗുരുവിനെ എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജോൺ ധർമ്മതീർത്ഥ സ്വാമികളെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചെമ്പഴന്തി വൈകാരം വീട് ഇന്ന് നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഗുരുവായൂരിലുള്ള ചാത്തനാട്ടിലുള്ള കുടുംബ സ്വത്ത് വിറ്റ് കിട്ടിയ 500 രൂപ ശിവഗിരി മഠത്തിനെ ഏൽപ്പിക്കുന്നുണ്ട്. അതായത് മഹാഗുരുവിന്റെ തറവാട് എന്ന് പറയുന്നത് ഇലഞ്ഞിക്കൽ തറവാട്, വലിയ കൂട്ടുകുടുംബമൊക്കെയുള്ള ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു തറവാടായിരുന്നു. ആ തറവാട് കൂട്ടുകുടുംബമായതുകൊണ്ട് വിറ്റ് പോയപ്പോൾ മഹാഗുരുവിന്റെ മാതാവ് കുട്ടിയമ്മ ഗർഭ ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഈ മരുമാര കുടുംബവും വിറ്റുപോകുന്ന അവസ്ഥ വന്നപ്പോൾ ഈ ധർമ്മതീർത്ഥ സ്വാമികൾ തന്റെ കുടുംബ സ്വത്ത് കിട്ടിയ 500 രൂപ ശിവഗിരി മഠത്തിനെ ഏൽപ്പിക്കുകയും അങ്ങനെ നമ്മൾക്ക് ചെമ്പഴന്തി വഴിപാരം വേണ്ടി സ്വന്തമാവുകയും ചെയ്യുകയായിരുന്നു. ഈ ജോൺ ധർമ്മതീർത്ഥ സ്വാമികളാണ് ഈ തന്റെ നോട്ട്ബുക്കിൽ എഴുതി എല്ലായിടത്തു നിന്നും എല്ലാ ശിഷ്യന്മാരിൽ നിന്നും പല സന്ദർഭങ്ങളിൽ മഹാഗുരുവിന്റെ ആന്തരാത്മാവിൽ നിന്നും ഊറി വന്ന കാവ്യതലജങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കിൽ പകർത്തി വെച്ചിരുന്നു. ഇതെല്ലാം കുമാരസ്വാമി സന്യാസി 1941 നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൃതിപുസ്തകമൊക്കെ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്മരിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികളും കുമാരസ്വാമി സന്യാസിയും. ഈ കുമാരസ്വാമി സന്യാസിയും അതുപോലെ റെയിൽവേയിൽ ഒരു ഫുഡ് കോർട്ട് നടത്തുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ഗുരുവിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുവാനിടയായി ഗുരുവിൽ ആകർഷനായി ഗുരുവിനോടൊപ്പം ചേരുകയും ഗുരുവിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ചെറിയ ഗ്രന്ഥങ്ങളൊക്കെ ധാരാളം എഴുതുകയും ചട്ടമ്പി സ്വാമി മഹാഗുരുവിന്റെ ഗുരുവാണെന്ന് പറയുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു
സന്യാസി വര്യനാണ് കുമാരസ്വാമി സന്യാസി. കുമാരൻ എന്നായിരുന്നു പേര്, ഗുരു കുമാരസ്വാമി എന്നായിരുന്നു പേര്. അത് കാരണം ഗുരു പറഞ്ഞു ആ പേര് തന്നെ മതി, കുമാരസ്വാമി എന്ന് തന്നെ പേരുണ്ടല്ലോ, കുമാരസ്വാമി സന്യാസി എന്ന് അങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ എപ്പോഴും സ്മരിക്കണം. പിന്നീട് ശിവഗിരി മഠം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഈ പ്രതിപുസ്തകം നമ്മളുടെ കിട്ടുന്ന ഗീതാനന്ദ സ്വാമി, ശ്രീനാരായണ തീർത്ഥ സ്വാമികൾ, ഇവരൊക്കെ ഇതിനു വേണ്ടി ഒരു നല്ല പ്രവർത്തനം നമ്മൾക്ക് ഈ പുസ്തകമൊക്കെ വീണ്ടും പുനരച്ചരിക്കാനൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഗുരുവിന്റെ ദർശനം ഇവരിലൂടെയൊക്കെ ഈ ലോകം മുഴുവൻ അറിയുവാൻ വേണ്ടി നല്ലൊരു പ്രവർത്തനം തന്നെ ഇവര് കാഴ്ചവെച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഈ കൃതിയൊക്കെ എടുക്കുമ്പോൾ ഗുരുവിന്റെ ആ കവിത്വ സ്ഥിതി എത്രത്തോളമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര ഓരോ കൃതിയുടെയും ഓരോ തലക്കെട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് ദേവതാ സങ്കല്പത്തിലുള്ളതാണെന്നും അത് എത്ര കൃതിയാണെന്നും എത്ര പദ്യമുണ്ട് എന്ന് പോലും നമുക്ക് അത് അറിയുവാൻ സാധിക്കും. വിനായകനെ സ്തുതിച്ചുകൊണ്ട് 8 പദ്യങ്ങൾ, വിനായകാഷ്ടകം എന്ന് പറയുമ്പോൾ ഭദ്രകാളിയെ സ്തുതിച്ചുകൊണ്ട് 8 പദ്യങ്ങൾ, ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള 8 പദ്യങ്ങൾ, അതൊക്കെ നമ്മൾ അതിന്റെ തലക്കെട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗുരുവിന്റെ ഓരോ കൃതികളും നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ദർശനമാണ്. ഓരോന്നിനെ കണക്ട് ചെയ്താണ് പോയിരിക്കുന്നത്. കാരണം ദൈവദശകത്തിൽ തന്നെ, ദൈവദശകം എന്ന ഒരൊറ്റ കൃതി തന്നെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ വലിയൊരു സത്ത എന്താണ്, ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്നത്, ഈ ജീവജാലങ്ങളിലെല്ലാം ഒരേ ഒരു സത്തയാണെന്നുള്ള ഒരു സത്യം നമുക്ക് പറഞ്ഞു തരികയാണ്. ശാസ്ത്രത്തിന് മുമ്പേ സഞ്ചരിച്ച മഹാഗുരു. നമ്മൾക്കറിയാം തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച് തോമസ് ആൽവ എഡിസനെ എല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അതായത് ഈ മൊബൈൽ ഫോണിലൊക്കെ തോണ്ടി നമ്മളിപ്പോ ഈ 2 മാസത്തെ അവധിക്ക് കുട്ടികൾ മൊബൈൽ ഭയങ്കര ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പം പറയണം നിങ്ങൾ തോമസ് ആൽവ എഡിസൺ എന്നൊക്കെ അടിച്ചു കൊടുത്ത് മലയാളത്തിൽ വരണമെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷ് അറിയാവുന്ന കുട്ടികളാണ് ഇംഗ്ലീഷ് അടിച്ചു കൊടുത്തിട്ട് ആ തോമസ് ആൽവ എഡിസനെ കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവര് വായിച്ചു നോക്കണം. കാരണം അദ്ദേഹമൊക്കെ ഈ ബൾബ് കണ്ടുപിടിക്കുവാനും ഒക്കെ കഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന്, അതിന്റെയൊക്കെ പിന്നിൽ ഒരു ചരിത്രം തന്നെയുണ്ട്. അവർ ആ ലക്ഷ്യത്തിലെത്തുന്ന ഒരു വലിയ ചരിത്രം. അപ്പം അത് എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. തോമസ് ആൽവ എഡിസന്റെ കാര്യം അതായത് തന്റെ മാതാവിന് തനിക്ക് സ്കൂളിൽ പഠിക്കുവാൻ പോലും ഒരു സാഹചര്യം ഇല്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം സ്കൂളിൽ കൊണ്ടു ചേർത്തപ്പോൾ ഇവൻ മണ്ടനാണ്, ഇവനെ ഇനി ഈ സ്കൂളിൽ പഠിപ്പിക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തോമസ് ആൽവ എഡിസനെ പുറത്താക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ ആ അമ്മ ചേർത്ത് പിടിച്ചു. എന്നിട്ട് സാമൂഹിക സോഷ്യലും കണക്കും എല്ലാം ആ അമ്മയാണ് പിന്നീട് പഠിപ്പിക്കുന്നത്. അവന്റെ എല്ലാം അവന്റെ അമ്മയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അമ്മയ്ക്ക് വലിയൊരു അസുഖം വരുമ്പോൾ ആ അസുഖത്തിന് ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണം, രാത്രിയിലാണ് കൊണ്ടുചെല്ലുന്നത്. പക്ഷെ വെട്ടമില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു രാവിലെ നമ്മൾക്ക് ചെയ്യാം, വെട്ടം ഉണ്ടാവട്ടെ എന്ന്. അപ്പോൾ പക്ഷെ രാവിലെ വരെ ആ മാതാവ് കാത്തിരുന്നില്ല, മരണപ്പെട്ടു. ഇത് ആ എഡിസന്റെ മനസ്സിൽ വലിയൊരു ദുഃഖമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം മനസ്സിൽ പ്രതിജ്ഞ എടുത്തു, എന്താണ്, ഇനിയും ആരും ഒരു വെട്ടമില്ലാത്തതിന്റെ പേരിൽ ഇനി ആർക്കും ചികിത്സ മുടങ്ങരുത്. അങ്ങനെ അദ്ദേഹം 1000 തവണ ഒരു ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമം നടത്തി. 1001-ാം തവണയാണ്, 1000 തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ പദാർത്ഥം അടങ്ങിയതാണ് ഈ പ്രപഞ്ചം എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒത്തിരി ശ്രമിച്ചു. എന്നിട്ട് അവസാനം തന്റെ മരണം അടുക്കാറാകുന്ന ആ 86-ാമത്തെ വയസ്സിൽ 1931 തന്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു, ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യക്ക് ഒരു ബോധമുണ്ട് എന്ന് എഴുതി വെക്കുകയായിരുന്നു. അതായത് പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഈ പ്രപഞ്ചം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ പറഞ്ഞു ഇതിനൊരു ബോധമുണ്ടെന്ന്. അതുപോലെ തന്നെ അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ 76-ാമത്തെ വയസ്സിൽ 1955 താൻ മരണപ്പെടുന്നതിന് മുമ്പ് നോട്ട്ബുക്കിൽ എഴുതി വെച്ചു, ഞാൻ വിചാരിച്ചു ഈ പ്രപഞ്ചത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയുവാൻ സാധിക്കും എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിന്റെ ആ സത്യം അറിയുവാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം എഴുതി വെച്ചു ഇതിനൊരു നിഗൂഢതയുണ്ട് എന്ന്. പക്ഷേ ഇതിനൊക്കെ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം എഴുതി വെക്കുന്നതിന് മുമ്പ് തന്നെ മഹാഗുരു നമുക്ക് 1897 അദ്വൈത ദീപികയ്ക്കകത്തൂടെ പറഞ്ഞു തന്നു, വാസസ്സു തന്തുവിതു പഞ്ഞീദാദിമൂല ഭൂതപ്രഘാതമിതു മോർത്തുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മനുഷ്യനത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ഗുരുവൊപ്പം ഈ ശാസ്ത്രത്തെക്കാൾ മുന്നിൽ സഞ്ചരിച്ച ഈശ്വരനല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഗുരു എന്താ പറഞ്ഞത്?
വാസസ്സു തന്തു ഇത് പഞ്ഞി ഇതാദിമൂല. നമ്മളുടെ വസ്ത്രം നമ്മൾ ശ്രേഷിക്കുമ്പോൾ അത് പിരിച്ചെടുക്കുമ്പോൾ എന്താണ്? അത് നൂലാണ്. ആ നൂല് പിരിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? പഞ്ഞിയാണ് കിട്ടുന്നത്. ആ പഞ്ഞി എവിടെ നിന്നാണ് ഉണ്ടായത്? ഒരു മരത്തിൽ നിന്നാണ് ഉണ്ടായത്. ഈ മരം എവിടെയാണ് നിൽക്കുന്നത്? ഭൂമിയിലാണ് നിൽക്കുന്നത്. ഈ ഭൂമി എങ്ങനെയാണ് നിർമ്മിതമായത്? പഞ്ചഭൂതങ്ങളാലാണ് നിർമ്മിതമായത്. ഈ പഞ്ചഭൂതങ്ങൾ നമ്മൾ എങ്ങനെയാണ്, അതിലൊരു സത്തയുണ്ടോ? അപ്പോൾ ഗുരു എന്താ പറഞ്ഞേ? ഇതെല്ലാം പരമാവധി ബോധമത്രേ. ആ മഹാഗുരു ശാസ്ത്രത്തിന് മുമ്പേ സഞ്ചരിച്ച മഹാഗുരുവിനെ നമ്മൾ അറിയണം. അകവും പുറവും തിങ്ങും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാർന്ന നിമ്പതം എന്ന് ഗുരു പറഞ്ഞു, ഇല്ലേ? ഓരോ കൃതികളും എടുത്തു നോക്കിയാൽ ഗുരു ഇത് തന്നെയല്ലേ പറയുന്നത്. ഈശോവാസി ഉപനിഷത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഒരേ ഒരു, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നമുക്ക് തന്ന ഒരേ ഒരു കൃതി ഈശോവാസി ഉപനിഷത്ത്. ഉപനിഷത്ത് സൂക്തങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഉപനിഷത്താണ് ഈശോവാസി ഉപനിഷത്ത്. ആ ഉപനിഷത്തിൽ പറയുന്നത്, ആ ഉപനിഷത്തിന്റെ മലയാള തർജ്ജമ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടോ? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിത്രമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. ഈ ലോകത്തിൽ ഈശ്വരൻ, അതായത് ഈ ലോകത്തിൽ നമ്മൾക്ക് ഈശ്വരൻ എന്ന ഒരു വലിയ ചൈതന്യമുണ്ട്. ആ സത്യം നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ ബാങ്ക് ബാലൻസ് എല്ലാം ഞാൻ എന്ന ആ വലിയൊരു ബോധം നമ്മൾക്ക് ഉണ്ടാകണം. ഇതാണ് ഗുരു ഓരോ കൃതികളിലും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ദിവസത്തിൽ പറയുന്നുണ്ട്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി എണ്ണി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ കടങ്ങളും, ഓരോ നമ്മൾ എടുത്തു വെക്കുന്ന ഈ പ്രകൃതിയിലെ സകല ആവാസ വ്യവസ്ഥയിലെ സകല ജീവജാലങ്ങളെയും, ഒരു ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും ഒന്നൊന്നായി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ എന്ന് പറയുന്നത് തന്നെ അദ്വൈത ദേവിക്ക് നമ്മളോട് പറയുന്നു. പേരായിരം പ്രതിഭയായിരം ഇഞ്ഞവറ്റിൽ ആരാണെഴും വിഷയമായിരമാ പ്രപഞ്ചം. അപ്പോൾ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ 1000 പ്രതിഭകളും 1000 പേരുകളുമായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇതിനുള്ളിൽ എല്ലാം ഒരു സത്തയുണ്ടെന്ന് നമ്മൾക്ക് മഹാഗുരു കാണിച്ചു തരികയാണ് തന്റെ കൃതികളിലൂടെ. ഓരോ കൃതികളും നമ്മൾ എടുത്തു വെച്ചൊന്ന് പരിശോധിച്ച് നോക്കിയേ, എല്ലാം ഒന്നിനൊന്നിനൊന്നിന് കണക്റ്റാണ്. നിങ്ങളൊക്കെ കൃതി പഠനവും കൃതി ക്ലാസ്സുകളും ഒക്കെ നടത്തുന്ന ഈ ശാഖയിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇതുപോലെ കൃതി പഠന ക്ലാസ്സുകളൊക്കെ. അതിന് ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനിക്കാം. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന് ഞങ്ങളുടെ ബഹുമാനായ അഗ്നി ശ്രീ രഞ്ജിത്ത് അറിയപ്പള്ളി അവരുടെ നേതൃത്വത്തിൽ ഒരു കൃതി പഠനം ഇവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മറ്റ് ശാഖകളിൽ ഒന്നും നടക്കാത്ത, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ടൊക്കെ അറിയാം എന്നൊരു സന്തോഷം കൂടിയുണ്ട്. എങ്കിലും എന്റെ ചെറിയ അറിവിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമ്മൾ കൃതികളൊക്കെ ആഴത്തിൽ അതിന്റെ ആ ഒരു കൃതികളിലൂടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഗുരുവിന്റെ എത്രത്തോളം വലിയൊരു ദർശനമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മൾക്ക് വളരെ നിസ്സാരമായിട്ട് കാണുന്ന കൃതികളൊക്കെ നമ്മൾ ചൊല്ലുവാൻ വേണ്ടി എപ്പോഴും എടുത്തു ചൊല്ലും. പക്ഷെ ഗുരുവിന്റെ ദർശനമാലയും അതുപോലെ ആത്മോപദേശകവും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ, അതിന്റെ ആഴത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ്, ഈ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ട തലങ്ങൾ ഏതൊക്കെ തലങ്ങളിലൂടെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഈ വരും കാലത്തിനും ഏതൊരു കാലത്തിനും കാലാതീതമായ വലിയൊരു ദർശനമാണ് ഗുരുവിന്റെ ആ അമൃത വല്ലരികളിലൂടെ, ആ വൈഭൂര്യങ്ങളിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ കൃതികൾ എല്ലാവരും നമ്മൾ നല്ല ഈ ഒരു 2028 ആകുമ്പോൾ മഹാഗുരുവിന്റെ പ്രഭാവമായിരിക്കും എന്ന് പറയുമ്പോൾ, 100 വർഷമാകുമ്പോൾ ആ ഗുരുവിനെ നമ്മൾ എത്രത്തോളം പഠിക്കുവാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാഗുരു ശതകത്തിൽ പറയുന്നുണ്ട്, ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. നമ്മൾക്ക് എന്തായിരുന്നു ഇത്രയും നാൾ ചിന്ത? ഉണരണം, ഉറങ്ങണം, എന്തെങ്കിലും ഭക്ഷിക്കണം, പുണരണം എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ വികല്പം ബാധിച്ച് നമ്മളിരിക്കുന്ന അവസ്ഥ നമ്മൾക്ക് മാറ്റണം. നമ്മളുടെ രാമായണത്തിൽ ഹനുമാൻ സ്വാമി, സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സ്വാമി രാമകാര്യാർത്ഥം സീതയെ അന്വേഷിച്ച് ലങ്കയിൽ പോകുന്നുണ്ട്. അപ്പൊ ലങ്കയിൽ പോകുമ്പോൾ അവിടെ സമുദ്രം വന്നിട്ട് ഈ മൈനാക പർവ്വതത്തിനോട് പറയും, ഞങ്ങളുടെ സാഗരം ആ കുടുംബത്തിലുള്ളതാണ്, അത് രാമസ്വാമി, അതുകൊണ്ട് നീ രാമഭഗവാന്റെ കാര്യാർത്ഥം വേണ്ടി ഹനുമാൻ സ്വാമി സീതയെ അന്വേഷിച്ച് ലങ്കയിൽ ദൂരം യാത്ര ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് ആ ഹനുമാൻ സ്വാമിക്ക് നീ ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കണം, വിശ്രമം ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന്. ഉടനെ മൈനാക പർവ്വതം ഒരു മനുഷ്യരൂപത്തിൽ വരികയാണ്. വരുമ്പോഴത്തേക്ക്
ഉടനെ ഹനുമാൻ സ്വാമി എന്താ പറഞ്ഞതെന്നറിയുമോ? ഞാൻ അലമല ഇതരുതരുത്, ഞാൻ രാമകാര്യാർത്ഥം പോകും വിധവും, അതുകൊണ്ട് എനിക്ക് പാർക്കരുതെങ്ങുമേ, പെരുവഴിയിൽ അശനം ശയനം ഒരിക്കലും ചെയ്തുകൂടാ. അതായത് എന്താ ഹനുമാൻ സ്വാമി പറഞ്ഞത്? ഞാൻ രാമന്റെ ആജ്ഞ അനുസരിച്ച് സീതാദേവിയെ അന്വേഷിച്ച് പോവുകയാണ്, അതുകൊണ്ട് എന്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തണം, ഞാൻ എങ്ങും പാർക്കുന്നില്ല, ഞാൻ എങ്ങും ശയനവും അശനവും ഒന്നും ചെയ്യുന്നില്ല, എന്റെ ലക്ഷ്യത്തിൽ എത്തുവാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പുരാണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതിഹാസങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എന്തിനാണ് പഠിക്കുന്നത്? നമുക്ക് നമ്മുടെ കൃതികളൊക്കെ ഗുരുവ് എഴുതി തന്നില്ല, നമ്മളുടെ ജീവിത കഥകൾ തന്നെയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ. നമ്മളൊന്ന് ഗുരു പറയുന്നുണ്ട്, വിവേകം താഴെ വരില്ല, യത്നിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. അത് ഇന്ന പുസ്തകമൊന്നുമില്ല, അത് പരിശുദ്ധ ബൈബിൾ ആയാലും ഖുർആൻ ആയാലും ഭഗവത്ഗീതയാണേലും മഹാഭാരതമാണേലും എന്തും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മൾക്ക് അറിവുകൾ നേടുന്നത്. നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ തലങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് തന്നെയാണ് നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ കാണുവാൻ സാധിക്കുന്നത്. അതിനോടൊക്കെ കൂട്ടി യോജിപ്പിച്ച് മഹാഗുരുവിന്റെ കൃതികളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഗുരുവിന്റെ ദീർഘവീക്ഷണവും ഗുരുവിന്റെ ദർശനവും എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ആ ഗുരു നമ്മളോട് പറഞ്ഞ ഉണരണം, ഇനി ഉറങ്ങണം, കുതിച്ചീരണം, അശനം പുണരേണം, ആ ഒരു ചിന്തയൊക്കെ നമ്മൾക്ക് വിട്ടിട്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീടണം, അറിവായി അതിന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. ഇനി നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളടക്കിക്കൊണ്ട് ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടം എന്ന് പറഞ്ഞ എന്താണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഉണർന്ന് പല വഴിക്ക് സഞ്ചരിക്കരുതെന്നാ പറഞ്ഞത് അല്ലെ? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കിക്കൊണ്ട് നമുക്ക് മുനിജന സേവയിൽ മൂർത്തി നിർത്തിടുവാൻ നമുക്ക് സാധിക്കണം. ഗുരു ആത്മോപദേശത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ 100 പദ്യങ്ങളുടെ അർത്ഥത്തിലും എന്താണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അറിവിലും ഏറെ അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉച്ചരിക്കും, കരിവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടണമെന്ന് പറഞ്ഞേ. അറിവിലും ഏറിയ അറിവ് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആ ബോധം, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ ഈശ്വര ചൈതന്യം. നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയുവാനുള്ള വലിയൊരു അറിവാണ് അറിവിലും ഏറിയ അറിവെന്ന് നമുക്ക് പറഞ്ഞു തന്നത്. അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടാനാ ഗുരു പറഞ്ഞു തന്നത്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾക്ക് എത്തുവാൻ സാധിക്കണം. ഗുരുവിന്റെ കൃതികളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളെ തന്നെ അവനവനെ തന്നെ തിരിച്ചറിയുവാനുള്ള വലിയൊരു സന്ദേശമാണ് ഗുരുവിന്റെ ആ ദർശനം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ആത്മോപദേശത്തിൽ തന്നെ പറയുന്നുണ്ട്, അവനവൻ ഇന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരേണം. ഇത് തന്നെയാണ് ഉപനിഷത്ത് മഹാവാക്യങ്ങളിലും എല്ലാം പറയുന്നത്. 5 മഹാവാക്യങ്ങളും എടുത്തു വെച്ച് നോക്കിക്കേ. അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസി, പ്രജ്ഞാനം ബ്രഹ്മ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? തത്വമസി നമ്മൾ എല്ലാവരും സാധാരണ കേൾക്കാറുള്ളതാണ്. ശബരിമലയിലൊക്കെ 18ാം പടി കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി, അത് നീയാകുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അഹം ബ്രഹ്മാസി, നമ്മളുടെ ഉള്ളിൽ തന്നെ ആ ബ്രഹ്മമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഭഗവാൻ ആത്മോപദേശത്തിൽ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നു, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരേണം. ഇല്ലേ? ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മഹാഗുരുവിന്റെ ആ ചിന്താധാര മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയങ്ങളിലൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇന്നത്തെ നമ്മളുടെ ആ ആധുനിക കവികളുടെ നിരൂപകരുടെ ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ മഹാഗുരുവിന്റെ ആ കാവ്യ ചിന്താധാര എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഒരു കവിതയും എഴുതിയിരിക്കുന്നത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. മഹാകവി വള്ളത്തോൾ പറഞ്ഞ് ഒരു ജാതിയെ അപലപിച്ചുകൊണ്ട് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അനർത്ഥഗർത്തങ്ങളിൽ ആണ്ടു തന്നെ കിടക്കുന്നു പോലിവർ കീടതുല്യം വേദേവി ഹാസാദി വിഭൂതിയെല്ലാം മേൽ ജാതികൾ പൈതൃകമാണ് ദേവത എന്നറിയാതെ തീണ്ടിപ്പോയെന്നിവർ മാപ്പിനിരന്നിടുന്നു ഭയാനകം വാക്യഘോഷം ജാതി പിശാചി രുദ്രാട്ടഹാസം. നോർത്തു നോക്കി ഈ ഒരു കവിത കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? മഹാഗുരുവിന്റെ വലിയൊരു ദർശനം ഇല്ലേ ഇതിൽ? മഹാവി കുമാരനാശാൻ ദുരവസ്ഥയിൽ പാടിയിട്ടുണ്ട്, മുമ്പോട്ട് കാലം കടന്നു പോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി
വമ്പാർന്ന അനാചാര മണ്ഡലച്ചത്തുരായി നമ്പൂരാർ വാണരുളുന്ന നാട്ടിൽ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ ഇങ്ങനെ ഉണ്ടല്ലോ ജാതി കോമരങ്ങൾ. ഈ കൃതിയും നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും മഹാഗുരു നമ്മൾക്ക് ജാതി നിർണയം എന്ന കൃതിയിൽ എന്താ പറഞ്ഞത്? മനുഷ്യാണ് മനുഷ്യത്വം ജാതിർഗോത്വം ബ്രാഹ്മണാദിക സൈവം മഹാതത്വം വേണ്ടി കോപിനക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആഹാരവും ഭേദവുമില്ലത്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് മഹാഗുരുവിന്റെ വലിയൊരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക കവിത്രയങ്ങളായ ഈ വള്ളത്തോട് നെടുവൂരിനൊക്കെ എഴുതിയ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജാതിയെ ശക്തമായി അവലംബിച്ചുകൊണ്ട് അതിന്റെ ജാതിയെ മുറുകെ പിടിച്ച ആ ആധുനിക കവിത്രയങ്ങളൊക്കെയാണ് മഹാഗുരുവിന്റെ ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് ഇങ്ങനെ എഴുതുന്നത്. മഹാകവി വള്ളത്തോളിന്റെയൊക്കെ കവിതകൾ നേരത്തെ ശൃംഗാരം എഴുതരുതെന്ന് മഹാകവി കുമാരനാശാന്റെ മനസ്സിൽ ചെന്ന് പറയുവാൻ ഒരു ഗുരു ഉണ്ടായിരുന്നെങ്കിൽ മഹാകവി വള്ളത്തോൾ ജാതിയിൽ ഉയർന്ന ശ്രേണിയിലുള്ളതായതുകൊണ്ട് വള്ളത്തോളിനോട് ഇങ്ങനെ ഒരു കവിത എഴുതാൻ പാടുള്ളൂ എന്നുള്ള ഒരു സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മഹാകവി കുമാരനാശൻ 1908 വീണപൂവ് എഴുതി കഴിഞ്ഞപ്പോൾ ശൃംഗാര വിംശതി എന്ന് പറയുന്ന കവിത വള്ളത്തോൾ എഴുതിയിട്ട് കവനകൗമുദിക്ക് അയച്ചു കൊടുത്തത് ഇങ്ങനെയാണ്: എന്റെ പേര് വെക്കണ്ട. എന്നിട്ട് പറഞ്ഞു, ഈ കവിതയെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്കൊന്ന് അറിയണമെന്ന്. ചിന്തിച്ചു നോക്കണം. മഹാഗുരുവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മഹാകവി കുമാരനാശാൻ എഴുതിയ കവിതകളൊക്കെ കണ്ട് പേടിച്ചിട്ട് തന്നെ ആയിരിക്കണമല്ലോ വള്ളത്തോൾ കവനകൗമുദിയോട് ഇങ്ങനെ പറഞ്ഞത്. അതെ, നമ്മൾക്ക് ഓരോ കവിതകളും എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. മഹാകവി ഉള്ളൂരിന്റെ കവിതകളുണ്ട്. ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരാൻ, പ്രേമമഥല്ലോ പരക്കെ നമ്മെ പാരാമൃതൂട്ടും പാർവണ ശശിരുദ്ധം. അതുപോലെ തന്നെ അടുത്തു നിൽപ്പാൻ ഒരു അനുജനെ നോക്കാൻ അക്ഷികളില്ലെന്നോർക്ക് അരൂപനീഷ്യൻ ഈശ്വരൻ അദൃശ്യനായാൽ എന്ത് ആശ്ചര്യമെന്നാണ്. ഇത് തന്നെയല്ലേ മഹാഗുരു നമ്മൾക്ക് ആത്മോപദേശത്തിൽ പറയുന്നത്? അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിരുന്നു. കൃപണതോമുഖരായി കിടന്ന് ചെയ്യുന്ന അവജയകർമ്മം അവന് വേണ്ടി മാത്രം. ഉള്ളൂർ അതുപോലെ തന്നെ തന്നാൽ കരയേണ്ടവർ എത്ര പേരോ താഴ്ത്തു കാഴ്ചയിൽ അമർന്നിരിക്കെ താരത്തെയും ബ്രഹ്മബലം കുതിക്കും തപോനിരിക്കെതിരെ ചാരിതാർത്ഥ്യം എന്നൊരു 4 വരികൾ നമുക്ക് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. അതൊന്ന് ഓർത്തു നോക്കിയേ. ഈ വാക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മഹാഗുരു സുബ്രഹ്മണ്യ തീർത്ഥത്തിൽ 8ാമത്തെ പദ്യത്തിൽ പറയുന്നതും ഇതല്ലേ: സത്തം നിലാവു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു തട്ടി തട്ടി പെരുകി പെരുവിടി താക്കിയിടുവാൻ പിന്നെയാട്ടെ, കഷ്ടം ദീനം പിടിച്ചോ മതിലേത് കുടിച്ചോ കിടക്കുന്ന ലോകത്ത് ഉത്തിഷ്ടോ നദിയിൽ വിടുവാൻ കാലമായി വന്നതിപ്പോൾ. സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു മഹാഗുരു. അതൊക്കെ ആ ഗുരുവിന്റെ അതേ ചേർച്ചയുണ്ടോ ഈ കവിത്രയങ്ങളുടെ ഒക്കെ കവിതകൾ എടുത്തു വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ? അതെ, മഹാഗുരുവിന്റെ ചിന്താധാര ഈ ആധുനിക കവിത്രയങ്ങളിലൊക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഓരോ കവിതകളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. ഗുരുവിന്റെ ദർശനം ഈ ലോകമെങ്ങും ഏതൊരു കാലത്തിനും കാലാതീതമായ ദർശനമാണ്. ഗുരുവിന്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചെറിയൊരു ഉദാഹരണങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഗുരുവിന്റെ ഓരോ ക്ഷേത്ര സങ്കല്പങ്ങളും. ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നടത്തി തന്നിട്ട് ആ ഒരു ക്ഷേത്ര സങ്കല്പം നാം മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഗുരുവിന്റെ വലിയൊരു ദർശനമാണ് ക്ഷേത്ര സങ്കല്പം. വെറുതെ കുളിച്ചു വന്ന് തൊഴുതു പോകുന്ന ഒരു ഇടമല്ല ക്ഷേത്രം എന്ന നമുക്ക് ആ ക്ഷേത്ര സങ്കല്പത്തിന്റെ മകുടോ ഉദാഹരണമായി പ്രശോഭിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാം ചെറായി ഗൗരീശ്വര ക്ഷേത്രം. അവിടെയൊക്കെ ഒരു ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിലൊക്കെ ഇവിടെ ധാരാളം പേര് പോയിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൽ, അതും നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സ്വന്തം രഞ്ജിത്ത് ചേട്ടന്റെ ഒക്കെ ആ ഒരു സപ്പോർട്ടോടുകൂടി പഠന കേന്ദ്രത്തിന് പോകാൻ സാധിച്ചു. പഠന കേന്ദ്രത്തിൽ ഒരു കർമ്മശ്രേഷ്ഠ പുരസ്കാരമൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അതിനൊക്കെ ഏറെ അഭിമാനിക്കാവുന്ന തരത്തിൽ നിങ്ങളുടെ ചാനലിലെ തന്നെ അംഗത്തിന്റെയൊക്കെ സപ്പോർട്ട് കൂടിയാണ്. അപ്പോൾ ആ ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം അവിടെ ഒരു ക്ഷേത്രം ഇല്ലാതിരുന്ന ഒരു കാലത്ത് അവിടുത്തെ കുറെ ചെറുപ്പക്കാർ ചേർന്ന് ഒരു ക്ഷേത്രം പണിയണമെന്ന ഒരു വലിയ ആഗ്രഹമാണ്. കാരണം ഞങ്ങൾക്കും സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഈ ഭൂമി പാടില്ല, വിദ്യ പാടില്ല, ആയുധം പാടില്ല, മായമായ വസ്ത്രം പാടില്ല എന്ന സാധാരണക്കാരുടെ അവകാശങ്ങളെ നിഷേധിച്ച നൂറ്റാണ്ടുകളുടെ ജീർണിച്ച വർണ്ണവ്യവസ്ഥയായിരുന്നു. ആ വർണ്ണവ്യവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എങ്ങനെയെങ്കിലും ഉയർന്നു വരണമെന്ന ഒരു ആഗ്രഹമായിരുന്നു. അവിടെയുള്ള കുറെ ചെറുപ്പക്കാർ ചേർന്ന്
ഒരു വിജ്ഞാനി വർദ്ധിനി സഭ രൂപീകരിക്കുകയാണ്. ആ വിജ്ഞാനി വർദ്ധിനി സഭ രൂപീകരിച്ചതിന് ശേഷം ഇവര് തീരുമാനിച്ചു, ഒരു സഭ മാത്രം രൂപീകരിച്ചുകൊണ്ട്, ഒരു സമാജം രൂപീകരിച്ച് കുറച്ച് ആളുകൾ കൂടിയത് കൊണ്ട് നമ്മൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുമോ എന്നൊരു സംശയം വന്നു. അവരെന്ത് ചെയ്തു, നമ്മൾക്ക് ഒരു ക്ഷേത്രവും പണിയണം. അന്ന് നമ്മൾക്ക് ക്ഷേത്ര പ്രവേശനം പോലും നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നൊരു ക്ഷേത്രം പണിയാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അന്ന് സർക്കാരിൽ നിന്നൊക്കെ അനുവാദം വാങ്ങണം ക്ഷേത്രം പണിയണമെങ്കിൽ. അങ്ങനെ അവർ ക്ഷേത്രം പണിയുവാൻ വേണ്ടി സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങി അങ്ങനെ ക്ഷേത്രം പണിതു. ക്ഷേത്രം പണിയുവാൻ വേണ്ടി തന്നെ ഒരുപാട് ധനം ആവശ്യമാണ്. അതിനവർ എന്ത് ചെയ്തു, ഒരു പിടി അരിയും ഒരു കെട്ട് തേങ്ങായും ഒക്കെ ധനമില്ലാത്തവർ തന്നാൽ മതി എന്നുള്ള ഒരു പ്രഖ്യാപനം ഇറക്കി. അതിനുശേഷം ഓരോ തരക്കാരായിട്ട് തിരിച്ചു. 25 രൂപ, 16 രൂപ, 25 രൂപ, 12 രൂപ, അങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് തിരിച്ചു. 1-ാം തരക്കാർ, 2-ാം തരക്കാർ എന്ന് പറഞ്ഞ് 50, 100 കൊടുക്കുന്നവർക്ക് അതിന് മുകളിലുള്ള സ്ഥാനം. അങ്ങനെ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് 50, 100 കൊടുക്കുന്നവരില്ലെങ്കിൽ 16, 25, 16 ഒക്കെ കൊടുത്തവരെ അധ്യക്ഷ സ്ഥാനത്തേക്കും ഒക്കെ ആക്കി. പിന്നീട് 500, 1000 രൂപയൊക്കെ കൊടുക്കുന്നവരെ 1000 രൂപ കൊടുക്കുന്നവരെ പാലകൻ എന്ന സ്ഥാനം കൊടുത്തു. 500 രൂപ കൊടുക്കുന്നവരെ ഉപപാലകൻ എന്ന സ്ഥാനമൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ ഒരു സഭയൊക്കെ രൂപീകരിച്ച് ക്ഷേത്രം പണിയുവാൻ അവർ തീരുമാനിച്ചു. ഇപ്പോഴും നമ്മൾ ആ ഗൗരീശ്വര ക്ഷേത്രത്തിന്റെ അവിടെ മാർബിൾ കല്ലൊക്കെ ഇവിടെ പാകിയിട്ടുള്ളതിൽ ആ 1000 രൂപ, 500 രൂപയൊക്കെ കൊടുത്തവരുടെ സ്വർണ്ണ ലിപികളിൽ പേരെഴുതി കുത്തിയിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരോട് ചോദിച്ചിട്ട് അതൊക്കെ കാണുവാൻ വേണ്ടി ശ്രമിക്കണം. മഹാഗുരുവിന്റെ ആ ഒരു വലിയ ദർശനമാണ് ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ. വിജ്ഞാനി വർദ്ധിനി സഭ എന്ന് പറയുന്നത് സഹോദരനയ്യപ്പനൊക്കെ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപീകരിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ സഹോദരനയ്യപ്പൻ ഭവനമുണ്ട്. അതുപോലെ ഗുരുവിന്റെ ഏറെ പ്രിയങ്കരനായ കുമാരനാശാന്റെ ഒക്കെ പ്രിയ സുഹൃത്തായ അച്യുതൻ വൈദ്യർ, സഹോദരനയ്യപ്പന്റെ ജ്യേഷ്ഠ സഹോദരൻ അച്യുതൻ വൈദ്യരുടെ ഈ സഹോദരനയ്യപ്പന്റെ ഭവനത്തോട് ചേർന്ന് അച്യുതൻ വൈദ്യർ താമസിച്ചിരുന്നതൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെറായി ഗൗരീശ്വര ക്ഷേത്രം പണിയുവാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിന് പുറമെ ഇവര് എന്ത് ചെയ്തു, പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടി മഹാഗുരുവിനെ കൊണ്ടുവരുവാൻ വേണ്ടി ഇവർ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ പ്രതിഷ്ഠയ്ക്കായി അവിടെ വിളിക്കുന്ന കൂടെ ശിവലിംഗ ദാസ്താമികളും വരുന്നുണ്ട്. അവിടെ കുറെ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രതിഷ്ഠയെ കുറിച്ചു. എങ്കിലും മഹാഗുരു അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കുന്ന 4 ശ്രീകോവിലാണ് അവിടെ. അതായത് ഒരു ശ്രീകോവിലിൽ 4 പ്രതിഷ്ഠകളാണ്. ഒരു ശിവ കുടുംബമാണ് അവിടെ. പാർവതി ദേവിയും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ ഭഗവാനെ പ്രധാന പ്രതിഷ്ഠയായിട്ട് അവിടെ മഹാഗുരു പ്രതിഷ്ഠിച്ചു. അങ്ങനെ എല്ലാവരും പ്രതിഷ്ഠാ സമയത്ത് വന്നു നിൽക്കുന്നു. പ്രതിഷ്ഠ കഴിഞ്ഞ് മഹാഗുരു ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നു, എല്ലാവരും അവിടെ എല്ലാം ഭക്തജനങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. മമ പ്രഥമ, എന്റെ ആദ്യം എന്ന് പറഞ്ഞ് ഒരു അഭിഷേകം ചെയ്യുവാൻ പാലും തൈരും എണ്ണയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, എല്ലാവരുടെ കയ്യിലും പാല്, തൈര്, എണ്ണ ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഐക്യത്തെ പ്രദാനം ചെയ്യുന്ന തേൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തേൻ കൊണ്ടുവന്നവരും ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിക്കണം, ഈ തേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓരോ പൂവിൽ നിന്നും ഓരോ തേനീച്ചകൾ പോയിരുന്ന് ആ പൂമ്പടി കൊണ്ടുവന്ന് ഒന്നിച്ചു കൂടി നിന്നാണ്. അപ്പോൾ ഭഗവാന്റെ ആ ക്ഷേത്ര സങ്കല്പം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ആ വലിയൊരു ദർശനം പറയുന്നത്. തേൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ വെറുതെ കുളിച്ചു ചെന്ന് തൊടുന്ന ഒരു ഇടമായി മാറുന്ന മഹാഗുരുവിന് ഒരു ലക്ഷ്യമില്ലായിരുന്നു. ആ ക്ഷേത്ര സങ്കല്പത്തിനില്ലായിരുന്നോ? അത് ഐക്യത്തെ പ്രദാനം ചെയ്യുന്ന തേൻ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം, ആത്മസഹോദരരായിട്ട് കാണണമെന്ന വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഗുരുവിന്റെ ആ പ്രതിഷ്ഠയിലൊക്കെ. നമ്മൾ അതൊക്കെ അവിടെ പോയി നിന്ന് ഓരോ ക്ഷേത്ര സങ്കല്പത്തിലും ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തിന്റെ മകളോ ഉദാഹരണമായി പ്രശോഭിക്കുന്ന ധാരാളം ക്ഷേത്ര പ്രതിഷ്ഠകളാണ് നമുക്ക് നടത്തി തന്നത്. ആ ക്ഷേത്രം ഒന്നോർത്ത് നോക്കണം. അന്ന് നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭഗവാൻ നമുക്ക് ആരാധന നടത്തുന്നത് എങ്ങനെയെന്നും കുളിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ ഇതൊക്കെ ഇന്നും നമ്മൾ മറന്നുകൊണ്ട് ഭഗവാന്റെ ക്ഷേത്രത്തിൽ വരുവാൻ വേണ്ടി ഗുരു പ്രതിഷ്ഠിച്ച് തന്ന ഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ച ക്ഷേത്രം കാണാൻ പോലും പോകുവാനുള്ള ആ ഒരു മനസ്സ് പോലും നമ്മൾ കാണിക്കുന്നില്ല. അന്ന് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു, ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നതും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഗുരുവിന്റെ ദർശനം എത്രത്തോളം വലുതായിരുന്നു എന്ന്. അപ്പോൾ ഐക്യത്തെ പ്രതിദാനം ചെയ്യുന്ന തേൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഒരു സമുദായത്തെ, ഒരു സംഘടനയെ ഒന്നിച്ചു ചേർക്കുവാൻ, ഒന്നിച്ചു കൊണ്ടുപോകാൻ, അതിന് അഭിവൃദ്ധിപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളെന്ന് ഗുരു നമ്മളെ കാണിച്ചു തരികയായിരുന്നു. പിന്നീട് ഈ വിജ്ഞാനി വർദ്ധിനി സഭക്കാർ ഈ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുവിനൊരു മംഗളപത്രം സമർപ്പിക്കുന്നുണ്ട്. ഈ മംഗളപത്രം സമർപ്പിക്കുമ്പോൾ ഗുരു അതിന് ദീർഘമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്.
നമ്മളുടെ സമുദായത്തിലുള്ളവര് വിദ്യാഭ്യാസത്തിന് ഏറെ പുറകിലാണ്. ഇപ്പം കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, എങ്കിലും വിദ്യാഭ്യാസം കൂടുതൽ ചെയ്യുവാനും വിദേശത്ത് പോയി പഠിക്കുവാനും ഒക്കെ പാവപ്പെട്ട കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ട് വരും, ധനമില്ലാത്തവർക്ക്. അതുകൊണ്ട് ധനമുള്ളവർ അവരെ സഹായിച്ച് പഠിപ്പിക്കണമെന്ന്. ഇന്ന് നമ്മളൊക്കെ എത്ര നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിലും നമ്മൾ എന്താ പറയുന്നത്, ഒന്നും തികയുന്നില്ല ഈശ്വര, എനിക്ക് ഒന്നും തികയുന്നില്ല എന്നുള്ള ഒരു വാക്കുകളാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും വന്നിരിക്കുന്നത്. നമ്മളൊരു ഇട്ടാവട്ടത്തിലാണ് ഇപ്പോഴും കിടക്കുന്നത്. അതായത് നമ്മളുടെ വീട്, നമ്മളുടെ കുടുംബം, നമ്മളുടെ മക്കള്, നമ്മളുടെ മക്കളെ ഒന്നെങ്കിൽ ഇച്ചിരി കൂടി ചേർത്ത് പിടിച്ച് നമ്മുടെ സഹപാഠികള്, നമ്മളുടെ നമ്മളുടെ ടീച്ചേഴ്സ്, അങ്ങനെ ഒരു ഇട്ടാവട്ടത്തിലാണ് നമ്മൾ കിടക്കുന്നത്. അതൊക്കെ മാറി ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ശിവപ്രസാദ പഞ്ചകത്തിൽ, എന്താണ്, പൊരുളെന്നു മുടമ്പോട് മക്കളുയർത്തിരണെന്നു വിധക്കെ അനർത്ഥകരം. നമ്മൾ മക്കള് എന്ന് പറഞ്ഞൊരു ചിന്തയൊക്കെ അനർത്ഥകരമാണ്. നമ്മൾ എല്ലാവരെയും ആത്മസഹോദരരായിട്ട് കാണുവാനാണ് മഹാഗുരുവിന്റെ വലിയ സന്ദേശം തന്നെ. അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ ഗുരുവിന്റെ ആ മംഗളപത്രത്തിൽ ഗുരു മറുപടി കൊടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ധനമുള്ളവർ വലിയൊരു സന്ദേശം തന്നെയാണത്. കാരണം സഹോദരനയ്യപ്പനെ വിദ്യാഭ്യാസത്തിനായി അയക്കുമ്പോൾ, തിരുവനന്തപുരത്തോട്ട് വിടുമ്പോൾ ഗുരു ഒരു കത്തെഴുതി കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ കൊടുക്കുന്നതിന്, ആലുമൂട്ടിൽ ചാങ്ങ, നമുക്കറിയാം സ്വന്തമായി കാറൊക്കെയുള്ള വലിയ ധനമൊക്കെയുള്ള ഒരു കുടുംബത്തിലെ ആലുമൂട്ടിൽ ചാങ്ങാർ കുടുംബം എന്ന് പറയുന്നത്, ആലുമൂട്ടിൽ ചാങ്ങാർക്കും കുമാരനാശാനും കൊടുത്തു വിടുമ്പോൾ ഈ സഹോദരനെ തന്നെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈ പണക്കാരുടെ അടുക്കലൊക്കെ പോകേണ്ടതെന്ന് ആവശ്യമുണ്ടെന്ന്. ദീർഘദൃഷ്ടിയുള്ള മഹാഗുരു അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, പണക്കാരെ കൊണ്ട് നമ്മൾക്ക് പ്രയോജനം ഉണ്ടാകുമെന്ന് സഹോദരനോട് പറയുന്നുണ്ട്. ഈ ഒരു വലിയ വചനമൊക്കെ നമ്മള് ശരിക്കും ഈ ഒരു കാലത്തിൽ നിങ്ങൾ ധനസമ്പാദനമൊക്കെ നടത്തുമ്പോൾ നമ്മൾക്കറിയാം, ഏറ്റവും കൂടുതൽ ധനമുള്ളവർ തന്നെയാണ് പിരിവ് കൊടുക്കുവാൻ വേണ്ടി കൂടുതൽ പൈസ ചെലവാക്കുന്നത് തന്നെ. അതൊക്കെ നമ്മൾ ഗുരുവിന്റെ ആ വചനമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം അന്ന് ആ ഗുരു പറഞ്ഞതാണ്, ധനമുള്ളവരൊക്കെ നമുക്ക് പണക്കാരെ കൊണ്ടും നമുക്ക് പ്രയോജനം ഉണ്ടാകും. ഇതൊക്കെ ഗുരുവിന്റെ വലിയൊരു ദർശനമാണ്. അതൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതാണ്. പിന്നീട് പറഞ്ഞു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് ഗ്രന്ഥശാലകൾ ഉയർന്നു വരണം. ഓരോ മഹാഗുരു ക്ഷേത്ര പ്രതിഷ്ഠകൾ കുറച്ചുനാൾ നടത്തി കഴിഞ്ഞിട്ട് മഹാഗുരു പറഞ്ഞു, ഇനി പ്രധാന ദേവാലയം വിദ്യാലയമാകണമെന്ന് പറഞ്ഞേ. ഇങ്ങനെയൊരു മഹത്തായ സന്ദേശം മറ്റൊരു മഹാഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ടായില്ല. 1917 പുറപ്പെടുവിച്ച സന്ദേശത്തിൽ പറഞ്ഞു, ഇനി പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണമെന്ന്. അതായത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനോ വലിയൊരു സന്ദേശം മഹാഗുരുവല്ലാതെ മറ്റേതൊരു ഗുരുവാണ് തന്നിട്ടുള്ളത്. നമ്മളിപ്പം വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് വരുന്നത്, ഒരു നല്ല മാർക്ക് മേടിച്ച്, ഒരു അക്കാഡമിക് ബിരുദത്തിലൂടെ സ്കോളർഷിപ്പ് മേടിച്ച് നല്ല ജോലി കിട്ടി, ആ ജോലിയിലൂടെ ഉയർന്ന ശമ്പളം കിട്ടി, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങി തിന്നു കുടിച്ച് കഴിയുന്നതാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ മഹാഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് പറഞ്ഞ വലിയൊരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടുതന്നെ ഒരു ആത്മീയമായ രീതിയിലൂടെ, ആത്മസാക്ഷാത്കാരം കൂടി ആധ്യാത്മിക വിദ്യയിലൂടെ നമ്മൾക്ക് നല്ല അനുകമ്പയും സ്നേഹവും ഒക്കെ ഉള്ളവരായി, കരുണയുള്ളവരായി കഴിയുവാൻ വേണ്ടിയുള്ള ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൂടി ഗുരു നമ്മളെ കാട്ടിത്തരുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാകാതെയാണ് നമ്മൾ ഗുരുവിന്റെ ദർശനം, ഗുരുവിനെ പുകഴ്ത്തിക്കൊണ്ടും ഗുരുവിന്റെ ജീവചരിത്രം പറഞ്ഞുകൊണ്ടും ഗുരുവിന്റെ അത്ഭുത സ്ഥിതികൾ പറഞ്ഞുകൊണ്ടും നടക്കുന്നത്. ഗുരുവിന്റെ ദർശനം എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമ്മൾക്ക് കഴിയണം. ഗുരുവിന്റെ ആ ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിൽ കൊടുത്തിരിക്കുന്ന മംഗളപത്രമൊക്കെ മറുപടി, ഈ മംഗളപത്രം സമർപ്പിച്ചതുമൊക്കെ ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിൽ ചെന്നാൽ മാർബിൾക്കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണേണ്ടത് തന്നെയാണ്. ഗുരുവിന്റെ വലിയൊരു ക്ഷേത്ര സങ്കല്പമാണ്. ഈ ക്ഷേത്രങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ആ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഓരോ മണ്ണിലൂടെയും നമ്മൾ കടന്ന് സഞ്ചരിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് 1888 അരുവിപ്പുറത്ത് ശങ്കരൻകുടിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശില മറ്റൊരു ശിലയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ഒരു മഹത്തായ സന്ദേശം തന്നെ നമുക്ക് തന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതായത് ബ്രാഹ്മണ്യത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും സങ്കുചിതത്തിനുള്ളിൽ സമൂഹത്തെ ഒതുക്കി നിർത്തുവാൻ ആരാധനാലയവും അവിടുത്തെ ആത്മീയതയെ ഉപയോഗിച്ച് മലിനമാക്കപ്പെട്ട വ്യവസ്ഥയെ അതേ ആത്മീയതയും ആരാധനാലയം ഉപയോഗിച്ച് വിശ്വമാനവികതയുടെ വേദിയാക്കി മാറ്റുകയായിരുന്നു മഹാഗുരു. അതായത് മന്ത്രങ്ങൾ അധസ്ഥിന്റെ നാവിൽ വഴങ്ങുമെന്നും അതിശയിപ്പിക്കുവാൻ കഴിയുമെന്നും മഹാഗുരു നമ്മെ കാണിച്ചു തരികയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഗുരുവിന്റെ ഇച്ഛപ്രകാരം നടത്തിയ ശാരദാ പ്രതിഷ്ഠ,
ക്ഷേത്ര സങ്കല്പം, അതായത് വിദ്യാദേവതയെ ശാരദയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ആ ഒരു വലിയ സങ്കല്പമുണ്ട്. വീണാപാണിനിയെ സരസ്വതി സങ്കല്പമല്ല അവിടെ. അവിടെ വിദ്യാദേവതയെ ശാരദയെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ശാരദാ ദേവിയെയാണ് നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നത്. ആ ശാരദാ ദേവിയിൽ ഇടത് കൈകളിലായി പുസ്തകം കൊടുത്തിരിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം. ഗുരുവിന്റെ ആ വലിയൊരു ദീർഘവീക്ഷണം 1912 മേടമാസത്തിലെ ചിത്ര പൗർണമി നാളിൽ ശാരദാമ്മയെ പ്രതിഷ്ഠിക്കുമ്പോൾ ഗുരു കയ്യിൽ ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിക്കണം. അതായത് നമ്മൾക്ക് ക്ഷേത്രത്തിൽ പോകുവാനോ വിദ്യാഭ്യാസം നടത്തുവാനോ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അതാണ് നമ്മള് ഗുരുവിന്റെ ആ ശാരദയുടെ മുമ്പിൽ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം മഹാനായ ഡോക്ടർ പൽപുവിനെ കുറിച്ച്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. തന്റെ അച്ഛൻ മുതൽ നല്ല വിദ്യാഭ്യാസം നേടി സർക്കാർ ഉദ്യോഗത്തിന് അപേക്ഷിക്കുമ്പോൾ അത് നിരസിക്കുകയാണ്. അവരുടെ കുടുംബത്തിൽ തന്നെ അച്ഛനും 2 മക്കളും സർക്കാർ ഉദ്യോഗം നിഷേധിച്ചു, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും. എന്നിട്ടും അദ്ദേഹം അതിൽ നിന്നെല്ലാം പൊരുതി നേടി പിന്നീട് മെഡിക്കൽ വിദ്യാഭ്യാസം നേടി ഡോക്ടറായി തിരിച്ചു വന്ന് തനിക്ക് മൈസൂർ ഗവൺമെന്റിന് ജോലി കിട്ടി, ഉയർന്ന ശമ്പളം മേടിച്ച് അവിടെ സുഖമായിട്ട് കഴിയാമായിരുന്നിട്ടും ഈ കേരളത്തിൽ അനുഭവിക്കുന്ന ഈ നരകയാതന അനുഭവിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുതെന്ന് കരുതി ഡോക്ടർ പൽപു തിരിച്ചു വരികയാണ്. അങ്ങനെ 1037 പേരിട്ട മലയാളി മെമ്മോറിയൽ കൊടുക്കുമ്പോൾ, അതായത് കേരളത്തിൽ അന്ന് മലയാളി ബ്രാഹ്മണർക്ക് മാത്രമേ തിരുവിതാംകൂർ സർക്കാരിൽ 2000 അതിന് മുകളിൽ ശമ്പളം ഉണ്ടായിരുന്നു. ഒരൊറ്റ മലയാളിക്ക് പോലും 500 രൂപയ്ക്ക് മുകളിൽ ശമ്പളമില്ലായിരുന്നു. അതുകൊണ്ട് സവർണ മേധാവികൾ അവർ വിദ്യാസമ്പന്നരായവരൊക്കെ പ്രതിഷേധിക്കാൻ തുടങ്ങി. അങ്ങനെ 1037 പേർ ഒപ്പിട്ട് ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ ഡോക്ടർ പൽപു 3-ാം പേരുകാരനെ ഒപ്പിട്ടുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഈഴവരാതി പിന്നോക്ക വിഭാഗക്കാർക്ക് 5 രൂപ ശമ്പളമെങ്കിലും കിട്ടുന്ന ഒരു ജോലിയെങ്കിലും ഇവിടെ തിരുവിതാംകൂർ സർക്കാർ കൊടുക്കണമെന്ന്. അത് പക്ഷേ നിരസിച്ചു. എന്നിട്ട് എന്താ നമുക്ക് കിട്ടിയ മറുപടി? നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ കുലത്തൊഴിലായ കൃഷിയും ചെത്തും നെയ്ത്തും ഒക്കെ ചെയ്ത് അവർ ജീവിച്ചു കൊള്ളുമെന്നാണ്. പക്ഷെ ഡോക്ടർ പൽപു അടങ്ങിയില്ല. ഡോക്ടർ പൽപു എന്ത് ചെയ്തു? വീണ്ടും കുറച്ചു നാളുകൾക്കുള്ളിൽ 1796 13,176 പേർ ഒപ്പിട്ട്, അതായത് 3,836 പേർ കൂടുതൽ ഒപ്പിട്ടുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, നികുതിദായകരാണോ എന്ന ഉള്ള ആ ഉറപ്പുമേൽ നമുക്കൊരു വീണ്ടും 13,176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. അങ്ങനെയാണ് പിന്നീട് അതിനൊക്കെ ഒരു അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ലെങ്കിലും അദ്ദേഹം ശക്തമായി വാദിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിനെയും ഒക്കെ അറിയിച്ചു. കാരണം ഇന്ന് നമ്മളുടെ കുട്ടികൾ മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ മെറിറ്റിൽ നേടുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അന്ന് വിദ്യാഭ്യാസവും യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഡോക്ടർ പൽപു ഒക്കെ വിദേശത്ത് പോയി പഠിക്കേണ്ടയൊക്കെ ആ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ, ജോലി ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നമ്മളുടെ മക്കൾക്ക് ഈ പുസ്തകമൊക്കെ കൈ പിടിച്ച് ശാരദാദേവിയൊക്കെ പ്രതിഷ്ഠിച്ച് നമ്മൾക്ക് തന്നപ്പോൾ ആ കഥയൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഗുരുവിന്റെ ശാരദയുടെ മുമ്പിൽ പോയി നിന്നിട്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ആ സാഹചര്യം, അന്ന് 1912 ശാരദാദേവിക്ക് ഇടത് കയ്യിൽ പുസ്തകം കൊടുക്കുമ്പോൾ നമ്മൾക്ക് വിദ്യ നേടുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ രാഷ്ട്രപതി ആരാണെന്ന് ഓർക്കണം. നമ്മൾ ദ്രൗപദി മുർമു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരു വനിതയാണ് നമ്മളുടെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത പദവി തന്നെ നേടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഇത്രത്തോളം ഉയർന്നു നിൽക്കുന്നു. ഭഗവാന്റെ ആ ക്ഷേത്ര സങ്കല്പങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്ന വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും നമുക്ക് വ്യവസായം കൊണ്ട് വളരുവാനും മഹാഗുരു പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ മഹാഗുരുവിന്റെ ആ ദീർഘദർശനം എത്രത്തോളമാണെന്ന് നാം മനസ്സിലാക്കണം. 1928 ജനുവരി 16 ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നാഗമ്പല ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ വെച്ച് കൊടുക്കുമ്പോൾ മഹാഗുരു തീർത്ഥാടനത്തിന് അഷ്ടലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ഈ അഷ്ടലക്ഷ്യങ്ങൾ പറയുമ്പോൾ തന്നെ മഹാഗുരു തന്റെ ജനനം മുതൽ അത് ഓരോന്നും നമ്മളെ കാണിച്ചു തന്നിട്ട് തന്നെയാണ്. അത് പ്രവൃത്തിയിലൂടെ, വെറുതെ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് പറയുകയില്ലായിരുന്നു. അത് അന്തരീക്ഷത്തിൽ അലയടിക്കുക മാത്രമല്ല, അത് തന്റെ പ്രവൃത്തിയിലൂടെ അത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നിട്ടാണ് നമുക്ക് ആ അഷ്ടലക്ഷ്യങ്ങൾ പറഞ്ഞു തന്നെന്ന് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം എന്ന 1ാമത്തെ ലക്ഷ്യം പറയുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 ജനുവരി 7 സ്ഥാപിതമാകുമ്പോൾ അതിന്റെ സെക്രട്ടറി ആയിട്ട് കുമാരനാശാനെ നിയമിക്കുമ്പോൾ
കുമാരനാശാൻ ഗുരുവിന്റെ അടുക്കൽ വരുന്ന ആ കാലഘട്ടം ചിന്തിക്കണം. 1893 മഹാകവി കുമാരനാശാൻ ഗുരുവിന്റെ അടുക്കൽ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ മഹാഗുരുവിന്റെ അടുക്കൽ വരുന്ന കുമാരനാശാൻ? സ്വോത്രകൃതികൾ മാത്രം രചിച്ചുകൊണ്ട് ശൃംഗാര കവിതകൾ മാത്രം എഴുതിയിരുന്ന കുമാരനാശാനെ ഗുരുവിനോടൊപ്പം ചേർത്ത് നിർത്തി ഡോക്ടർ പൽപുവിന്റെ അടുക്കൽ കൊണ്ടുനിന്നാക്കി വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സംസ്കൃത വിദ്യാഭ്യാസത്തിലുമൊക്കെ പ്രാവീണ്യം നേടിപ്പിച്ച് തിരിച്ചു വന്ന 1900 ഗുരുവിന്റെ അടുക്കൽ തിരിച്ചു വരുന്നത്. അവിടെ റാവൂട്ടി യോഗം ഉണ്ടാക്കുന്നു. പിന്നീട് ക്ഷേത്ര പരിപാലന യോഗം ഉണ്ടാക്കുമ്പോൾ അതിന്റെ കാര്യദർശിയാക്കുന്നു. പിന്നീട് 1903 ജനുവരി 7 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ പരിപാലന യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മഹാകവി കുമാരനാശാനെ നിയമിതനാക്കുന്നു. ഗുരുവിന്റെ ആ വിദ്യാഭ്യാസ ദർശനം നമ്മൾ അവിടെയൊക്കെ കാണണം. അതായത് ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുത്ത് വിദ്യാഭ്യാസത്തിലൂടെ എന്തും നേടുവാൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് അതിലൂടെയൊക്കെ പഠിക്കുവാൻ സാധിക്കും. മഹാകവി കുമാരനാശാനെ ഗുരു ചേർത്ത് പിടിച്ച് ആ വിദ്യാഭ്യാസ ദർശനം നമ്മളിലൂടെ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. വെറുതെ ഗുരു 1928 ജനുവരി 16 ആ അഷ്ടലക്ഷ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയല്ലായിരുന്നു. ഇതെല്ലാം ഗുരു നമ്മളെ കാണിച്ചു തന്നിട്ട് തന്നെയാണ്, പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നാണ് നമ്മളെ ഇതെല്ലാം പറഞ്ഞു തന്നതെന്ന് നാം മനസ്സിലാക്കണം. ശുചിത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ടാമതായി ശുചിത്വമാണ് പറയുന്നത്. ഒരു കുളിസംഘം ഉണ്ടാക്കാനായി ശ്രീനാരായണ തീർത്ഥ സ്വാമികളെ ഏർപ്പെടുത്തുന്നുണ്ട്. കുട്ടനാട്, ചങ്ങനാശ്ശേരി താലൂക്ക് മേഖലകളിൽ, കോട്ടയം താലൂക്കുകളിൽ, അതായത് സംഘടന കൊണ്ട് ഇവരൊക്കെ ശക്തരാണല്ലോ, പക്ഷെ ശുചിത്വം കുറവാണെന്ന് പറഞ്ഞ് ശ്രീനാരായണ തീർത്ഥ സ്വാമികളെ ഒരു കുളിസംഘം ഉണ്ടാക്കുവാനായി ഗുരു പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗുരു ഇതിനെല്ലാം ഒരു വലിയ ദീർഘവീക്ഷത്തോടെയാണ് കണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഈശ്വരഭക്തി എന്താണെന്ന് നമ്മളെ ഓരോ കൃതികളിലൂടെയും ഓരോ ക്ഷേത്ര സങ്കല്പത്തിലൂടെയും നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നു. വ്യവസായം കൊണ്ട് വളരുവാൻ നമുക്ക് നെയ്ത്തുശാല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണിച്ചു തന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് 8ാമത്തെ അഷ്ടലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇതെല്ലാം ഗുരുവിന്റെ ആ ദർശനമെല്ലാം പഠിക്കണമെങ്കിൽ ഇതിൽ ഓരോന്നിലൂടെയും നമ്മൾ കടന്നു ചെല്ലണം. നമ്മൾ അത് ആഴത്തിൽ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഗുരു നമ്മൾക്ക് തന്ന ആ വിശ്വമാനവ ദർശനം എത്രത്തോളം മഹത്തരമാണ്. ഈ ലോകത്തിലുള്ള മാനവർക്കെല്ലാം എല്ലാവരും ആത്മസഹോദരരായിട്ട് ചേർന്നുകൊണ്ട് ഒരു ജീവിത വിജയം കണ്ടെത്തുന്നതിന് വേണ്ടി ഗുരു തന്ന ആ ദർശനത്തെ നമ്മൾ ഓരോന്നും അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണ് ഗുരു അത് സമഭാവനയോടും സമഭക്തിയോടും സമബുദ്ധിയോടും കൂടി അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യണമെന്നാണ് ഗുരുവിന്റെ വലിയൊരു ദർശനം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന വലിയ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ എനിക്കിങ്ങനെ ഈ ഒരു അവസരം ഒരുക്കി തന്ന ശാഖായോഗത്തിന്റെ ബഹുമാനികളായ പ്രവർത്തകരോടും അതുപോലെ ഇത്രയും നേരം ശ്രമിച്ച ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ, ഗുരുതരം ചെയ്യട്ടെ.